رجت الأرض رجا وبست الجبال بسا فكانت هباء منبثا وكنتم أزواجا ثلاثة فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين على سرر موضونة متكئين عليها متقابلين يطوف عليهم ولدان مخلدون بأكواب وأباريق وكأس من معين لا يصدعون عنها ولا ينزفون وفاكهة مما يتخيرون ولحم طير مما يشتهون وحور عين كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما صدق الله العظيم. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. خذ بأيدينا قلت هيلتنا أدركنا يا رسول الله. خذ بأيدينا قلت هيلتنا أدركنا يا حبيب الله. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وحور
عين كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നാം തുടങ്ങിവെച്ച സൂറത്തുൽ വാഖിയയുടെ വിശദീകരണത്തിൻ്റെ 4-ാം ദിവസമാണിന്ന്. ഇന്ന് നാം സംസാരിക്കുന്നത് ഉത്തമ വിഭാഗത്തിൻ്റെ സ്വർഗം, ആ സ്വർഗത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കയറി വരുന്ന വളരെ പ്രധാനപ്പെട്ട, ഇന്ന് സമൂഹത്തെ ഉണർത്തിയിരിക്കേണ്ട ഒരു വിഷയമാണ് ശ്ലീലം മരീചികയായ ഇഹലോകം. ഈ ലോകത്ത് ഇന്ന് ശ്ലീലം മരീചികയാണ്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ അതുമായി ബന്ധപ്പെട്ട ആയത്തിലേക്ക് എത്തുമ്പോൾ വിശദമായി പറയാം. ഉത്തമ വിഭാഗത്തിൻ്റെ സ്വർഗം അത് പറഞ്ഞിട്ട് മുഴുവനായിട്ടില്ല, കുറഞ്ഞ ആയത്തുകളും കൂടെ നമ്മൾ ഉദ്ദേശിച്ച വിഷയത്തിലേക്ക് തന്നെ ഇനിയും ബാക്കി നിൽക്കുന്നതുകൊണ്ട് ആ ഭാഗത്തുള്ള 1-2 ആയത്തുകൾ പരാമർശിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. വഹൂറുൻ ഐൻ കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ. ഇനി സ്വർഗാവകാശികളാകുന്ന ഈ ഉത്തമ വിഭാഗത്തിന്റെ നേട്ടങ്ങളിൽപ്പെട്ട ഒരു നേട്ടം, അല്ലെങ്കിൽ സ്വർഗത്തിന്റെ സൗന്ദര്യം, വഹൂറുൻ ഐൻ, സ്വർഗീയ തരുണികളാണ്. സ്വർഗീയ തരുണികളാണ്, ഹൂറുലിങ്ങളാണ്. കൺതടാകം വിശാലമായ വെളുത്ത പെണ്ണുങ്ങൾ, ഹൂറുൽ ഐൻ, ഹൂറുൻ ഐൻ. കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ. അവരുടെ പരിശുദ്ധിയും അവരുടെ തിളക്കവും അല്ലാഹു തആല ചിത്രീകരിക്കുന്നത് കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ. ചിപ്പിക്കകത്തൊളിപ്പിക്കപ്പെട്ട മുത്തുപോലെയുള്ള പെണ്ണുങ്ങൾ. കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ. ഹൂറുലീങ്ങളെ വർണ്ണിച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് സ്വർഗാവകാശികൾക്കുള്ള ഹൂറുലീങ്ങളെ കുറിച്ച്. സ്വാഭാവികമായിട്ട് സംശയങ്ങൾ പലതും ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. വഹൂറുൻ ഐൻ കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ. ആ ഹൂറുലീങ്ങളുടെ തിളക്കം, അവരുടെ പരിശുദ്ധി, അത് എടുത്തു കാണിക്കാൻ വേണ്ടി അള്ളാഹു ഉപയോഗിച്ച ഒരു ഉദാഹരണം ചിപ്പിക്കകത്തുള്ള മുത്തുപോലെയാണ്. ഇന്നലെ ആ വിഷയം ഞാൻ സ്വർഗീയ പയ്യന്മാരുടെ പരിശുദ്ധിയും തിളക്കവും സൗന്ദര്യവും പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. കഅന്നഹും ലുഅ്ലുഉം മക്നൂൻ. അതേ ആശയം തന്നെയാണ്, അഥവാ ഈ പെണ്ണുങ്ങളുടെ പരിശുദ്ധിയാണൊന്ന് കാണിക്കുന്നത്. കവറിനകത്തുള്ള മുത്ത്, ചിപ്പിക്കകത്തുള്ള മുത്ത്, ആ ചിപ്പി പൊട്ടിക്കുന്നതിന്റെ മുമ്പ് ഒരാളും അത് തൊട്ടിട്ടുണ്ടാവില്ല. ചിപ്പിക്കകത്തുള്ള മുത്ത് ഒരാളും തൊട്ട് അശുദ്ധമായിട്ടില്ല എന്നതുപോലെ ഈ പെണ്ണുങ്ങളെ ആരും തൊട്ടിട്ടില്ല. നിങ്ങളാണ് ആദ്യമായിട്ട് അവളുടെ ശരീരത്തിൽ കൈവെക്കുന്നത്. അതാണ് ഖുർആൻ
കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ എന്ന് പറയാൻ കാരണം അതാണ്. അല്ലാഹു തആല മറ്റൊരിടത്ത് വ്യക്തമായി പറഞ്ഞു, ഫീഹിന്ന ഖാസിറാത്തുത് തർഫി ലം യതുമിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. സൂറത്തുർ റഹ്മാൻ. സൂറത്തുർ റഹ്മാനിലൂടെ പടച്ച തമ്പുരാൻ സൂറത്തുർ റഹ്മാനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു പഠിപ്പിച്ചു, ഫീഹിന്ന ഖാസിറാത്തുത് തർഫ് ലം യതുമിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. ലം യതുമിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. തീർച്ചയായിട്ടും അവരുടെ മുമ്പ് ഒരു ജിന്നോ ഇൻസോ അവരെ തൊട്ടിട്ടില്ല. അതാണ് അവരുടെ പരിശുദ്ധി. ലം യതുമിസ്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരാളുടെ കൈ തൊട്ട ശുദ്ധമായിട്ടില്ല. ഭൂതവർഗത്തിൽപ്പെട്ട ഒരാളുടെ കൈ തൊട്ട ശുദ്ധമായിട്ടില്ല. ആ പെണ്ണുങ്ങളെ ആദ്യമായി തൊടുന്നത് നിങ്ങളാ. ഇതാണ് ഫീഹിന്ന ഖാസിറാത്തുത് തർഫ്. ആ സ്വർഗത്തിലുണ്ട് ഖാസിറാത്തുത് തർഫ്. അതാ ഖാസിറാത്തുത് തർഫി, കണ്ണുകൾ ഭർത്താക്കന്മാരിലേക്ക് മാത്രം പരിമിതമായവർ, അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ കണ്ണുകളെ പരിമിതമാക്കുന്നവർ. രണ്ടർത്ഥവും മഹാന്മാരവിടെ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സൗന്ദര്യം കൊണ്ട്. ഭൂമി ലോകത്ത് പലപ്പോഴും ഖാസിറാത്തുത് തർഫല്ല ഭാര്യ. ഭൂമി ലോകത്ത് അങ്ങനെയാണ്. ഖാസിറാത്തുത് തർഫ് എന്ന് പറയണമെങ്കിൽ എന്റെ കണ്ണിന് പരിമിതി കൽപ്പിക്കാൻ എന്റെ ഭാര്യയുടെ സൗന്ദര്യത്തിനാവണം. അത് പലപ്പോഴും ഉണ്ടാവില്ല. കാരണം ഒരാളുടെ ഭാര്യ ആ ഭാര്യയെ മറികടക്കുന്ന ഒരു സുന്ദരിയെ കാണുമ്പോൾ സ്വാഭാവികമായി അയാൾ അതിനെ നോക്കിപ്പോകും. അപ്പൊ അയാളുടെ ഭാര്യയിൽ മാത്രം അയാളുടെ കണ്ണ് ദൃഷ്ടി ഒതുങ്ങി നിൽക്കുന്നില്ല. അവിടെയാണ് ഖുർആൻ പറഞ്ഞത് ഖാസിറാത്തുത് തർഫ്, ഭർത്താക്കന്മാരുടെ കണ്ണുകളെ നിയന്ത്രിക്കുന്ന പെണ്ണുങ്ങൾ. കാരണം നോക്കാനും ആനന്ദിക്കാനും എല്ലാറ്റിനുമുള്ള സൗന്ദര്യം ഇവര് തന്നെയുണ്ട്. തികഞ്ഞ സൗന്ദര്യത്തിന്റെ നിറകുടങ്ങളാണ് ഖാസിറാത്തുത് തർഫ്. അത് ഖുർആൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. സൂറത്തു സഫാത്തിൽ അല്ലാഹു പറഞ്ഞത് കാണാം, വഇൻദഹും ഖാസിറാത്തുത് തർഫിഈൻ കഅന്നഹുന്ന ബൈദും മക്നൂൻ. അവരെ കുറിച്ച് പറഞ്ഞത് കാണാം, വഇൻദഹും ഖാസിറാത്തുത് തർഫ്. സ്വർഗാവകാശികൾക്ക് കിട്ടാൻ പോകുന്ന നേട്ടത്തെക്കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു, കണ്ണുകളെ നിയന്ത്രിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അവരുടെ കണ്ണുകൾ മറ്റൊരാളിലേക്ക് ഒളിഞ്ഞും വലിഞ്ഞുമൊന്നും നോക്കേണ്ടതില്ല. അവർക്ക് നോക്കാൻ മാത്രം സൗന്ദര്യം ഇവരുടെ ഭാര്യമാരുടെ മുഖത്ത് തന്നെയുണ്ട്, അവരുടെ ശരീരത്തിൽ തന്നെയുണ്ട്. എന്നിട്ട് അവരെ വർണ്ണിച്ചിട്ട് പറഞ്ഞു, കഅന്നഹുന്ന ബൈദും മക്നൂൻ. കഅന്നഹുന്ന ബൈദും മക്നൂൻ. അവര് തൊലിക്കകത്ത് സൂക്ഷിക്കപ്പെട്ട കോഴിമുട്ട വെള്ള പോലെയാണ്. കഅന്നഹുന്ന ബൈദും മക്നൂൻ. സൂറത്തു സഫാത്തിയുടെ 48-49 ആയത്തുകൾ. കഅന്നഹുന്ന ബൈദും മക്നൂൻ. കോഴിമുട്ടയുടെ വെള്ള എന്ന് പറഞ്ഞാൽ തൊലി പൊളിച്ചിട്ടാൽ ഉണ്ടാകുന്ന കോഴിമുട്ട വെള്ള എല്ലാവർക്കും അറിയാലോ. അത് തൊട്ടാൽ നല്ല മിനുസായിരിക്കും. അതേ രൂപത്തിലാണ് ഇവരുടെ ശരീരത്തിന്റെ ഓമനത്വം. തൊട്ടാൽ നല്ല മിനുസായിരിക്കും. അപ്പൊ അവരുടെ മിനുസം വർണ്ണിച്ചത് കണ്ടോ നിങ്ങൾ? ഖുർആൻ കഅന്നഹുന്ന ബൈദും മക്നൂൻ. അതൊക്കെ റസൂലുള്ളാഹി തങ്ങൾ സുന്ദരമായി ഹദീസുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഞാനത് പിന്നീട് പറയാം. കാരണം സ്വർഗത്തിലെ ഇഹലോക തരുണികൾ എന്നൊരു വിഷയം വരുന്നുണ്ട്. അന്ന് ഒരു വിശാലമായ ഹദീസ് നമുക്ക് ഉദ്ധരിക്കാം. റസൂലുള്ളാഹി തങ്ങളോട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന കുറെ ടെൻഷനുകൾ ഉമ്മു സലമ ചോദിക്കാൻ, കുറെ ആയത്തുകളെ കുറിച്ചുള്ള കൺഫ്യൂഷനുകൾ തീർക്കാണ് റസൂലുള്ളാഹിനോട് നേരിട്ടൊരു സസ്. ആ ആയത്തുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്, ഈ ആയത്തുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്, ഹൂറുലിങ്ങളെ കുറിച്ച് അങ്ങനെ ചോദിച്ച്, അപ്പൊ നബിയെ ഞങ്ങളോ ഹൂറുലിങ്ങളോ പവറുള്ളവർ എന്ന് ചോദിക്കുന്ന അവസ്ഥയൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. ഒരു വിഷയം അത് വരുന്നുണ്ട്, അന്ന് പറയാം. കാരണം ഇന്ന് നമുക്ക് നമ്മുടെ പരമാവധി ഇന്ന് നാം നിർണയിച്ച വിഷയം തന്നെ സംസാരിക്കണമെന്ന് കരുതിയാണ്. അപ്പൊ പറഞ്ഞു വന്നത് ഹൂറുലിങ്ങളുടെ ശരീരത്തിന്റെ മാർദ്ധവ ആണ് ആ പറഞ്ഞത്. കഅന്നഹുന്ന ബൈദും മക്നൂൻ. ഇനി അവർ മറക്കകത്തിരിക്കുകയാണ്. സൂറത്തുർ റഹ്മാനിൽ തന്നെയാണ്. മറ്റൊരിടത്തുള്ള പറഞ്ഞില്ലേ, സൂറത്തുർ റഹ്മാനിന്റെ 72-ാമത്തെ ആയത്ത്, ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം.
തമ്പുകൾക്കുള്ളിൽ മറച്ചു വെക്കപ്പെട്ട പെണ്ണുങ്ങൾ, ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം, മറക്കകത്തിരിക്കുന്ന പെണ്ണുങ്ങള്. പോയിട്ട് ആ മറ പൊളിക്കുന്നത്, ആ റൂം ആദ്യമായി തുറക്കുന്നത് നിങ്ങളാണ്. അതിന്റെ ഉള്ളിൽ അവർ നിങ്ങളെ കാത്തിരിക്കുന്നു. ബഹുമാനപ്പെട്ട അബൂ ഹയ്യാൻ റഹ്മത്തുള്ളാഹി അലൈഹി, അള്ളാഹു അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മളെ സലാമത്താക്കുമാറാവട്ടെ. ആ അബൂ ഹയ്യാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ആയത്ത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അത് നല്ലൊരു ചോദ്യമാണ്. ഈ ആയത്ത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ആ ആയത്തിനെ കുറിച്ച്? അതിപ്പോ ഹൂറുല്ലീങ്ങളെ അള്ളാഹു മദ്ഹ് പറഞ്ഞതോ അതോ അള്ളാഹു താല ഹൂറുല്ലീങ്ങളെ വളരെ മാനം കെടുത്തി സംസാരിച്ചതോ? ബുദ്ധിയുള്ളവരൊക്കെ പറയും ഹൂറുല്ലീങ്ങളെ മദ്ഹ് പറയാണത്. അബൂ ഹയ്യാൻ പറഞ്ഞതാണ്. ബുദ്ധിയുള്ള എല്ലാവർക്കും തിരിയും ഹൂറുല്ലീങ്ങളെ മദ്ഹ് ചെയ്യുന്ന, പ്രകീർത്തിക്കുന്ന പോസ്റ്റാണിത് എന്ന് അറിയാത്തവരാരുമില്ലല്ലോ. ഹൂറുല്ലീങ്ങളുടെ പവർ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞ ഒരു പവറാണ് ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം. എന്താ അബൂ ഹയ്യാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞുകൊണ്ടുവരുന്നതെന്നറിയോ? ഇതുപോലെയാണ് സുഹൃത്തുക്കളെ, പെണ്ണിന്റെ സൗന്ദര്യം എപ്പോഴും മറക്കകത്തിരിക്കലാണ്. അവൾ ആടിനെ പോലെ ചന്തയിൽ നടക്കലല്ല സൗന്ദര്യം. അവൾ അവളുടെ മാംസള ഭാഗങ്ങൾ പുറത്തു കാണിക്കലല്ല സൗന്ദര്യം. പെണ്ണിന്റെ സൗന്ദര്യം അവരവരുടെ വീടുകളിൽ ഒതുങ്ങിക്കൂടലാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. അപ്പൊ നമ്മള് സ്ത്രീയെ അടുക്കള പുഴുക്കളാക്കുകയാണ്, മറയുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് തള്ളി അവരെ ഒന്നുമല്ലാതെ ആകെ അവഗണിച്ചു കളയുന്നു എന്ന് സാധാരണ വ്യതിയാന ചിന്താഗതിക്കാർ ആരോപിക്കാറുണ്ടെങ്കിൽ ആ ആരോപണത്തിനൊരു അടിസ്ഥാനവുമില്ല. പെണ്ണിന്റെ നിലവാരം കൽപ്പിക്കുന്നത് നമ്മളാ. പെണ്ണിന് നിലവാരമുണ്ടെന്ന് പഠിപ്പിക്കുന്നത് നമ്മളാ. പെണ്ണ് മുത്താണ്, അവൾ പുറത്തിറങ്ങാൻ പാടില്ല. ആണിനെ പോലെ അവൾ പുറത്തിറങ്ങിയാൽ അത് ശല്യം ചെയ്യും. പെണ്ണ് പുറത്തിറങ്ങിയാൽ അപകടം ചെയ്യും. പെണ്ണ് പുറത്തിറങ്ങിയാൽ അത് ആൺകുട്ടികൾ കൊണ്ടുപോകും. മുത്താണ് ആൺകുട്ടികൾ കൊണ്ടുപോകും. ജ്വല്ലറിയിലുള്ള സ്വർണം അതൊരിക്കലും അമ്മിയിട്ടതുപോലെ മുറ്റത്തിടാൻ പറ്റൂല. അമ്മി വിൽപ്പനക്കാരൻ അമ്മിയുടെ റോട്ടിലാ. കാരണം അത് ആരും കൊണ്ടുപോകില്ല, അവിടെ കിടന്നോളും. നേരെ മറിച്ച് സ്വർണം അതുപോലെ ഇട്ടാൽ പിറ്റേന്നത് കാണില്ല, ആ സെക്കൻഡിൽ തന്നെ അത് കാണാനില്ലാതെയാവും. എന്നാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്, പെണ്ണിന് അങ്ങേയറ്റത്തെ നിലവാരം കൽപ്പിച്ചുകൊണ്ടാ പെണ്ണേ നീ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഒതുങ്ങിക്കോ. നീ നല്ല സുന്ദരിയാണ്, നീ ആകർഷണമുള്ളവളാ. നിന്നെ ആകർഷിക്കാൻ ഒരുപാട് ഞരമ്പ് രോഗികൾ ഉണ്ടാകും. അവരിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് നല്ലത് മറക്കകത്താണ്. അത് കൂട്ടത്തിലുണർത്തി എന്ന് മാത്രം. നമ്മുടെ വിഷയം ഇതാ, ആരും തൊട്ടിട്ടില്ലാത്ത പെണ്ണുങ്ങളുണ്ടവിടെ. ഇനി അവിടെ ഒതുങ്ങുന്നില്ല, അവരുടെ തിളക്കം, അവരുടെ സൗന്ദര്യവും കൂടെ എടുത്തു കാണിക്കുന്നുണ്ട്. ചിപ്പിക്കകത്തുള്ള മുത്ത് നല്ല തിളക്കമുണ്ടാകും. ചിപ്പിയുടെ പുറത്തു വരുന്നതോടുകൂടെ അതിൽ പൊടി പാറാൻ തുടങ്ങി, അതിൽ അഴുക്ക് പുരടാൻ തുടങ്ങി. പിന്നെ സ്വാഭാവികമായിട്ടും അതിന്റെ തിളക്കത്തിനു മങ്ങലേറ്റു തുടങ്ങും. അങ്ങനെ മങ്ങലേറ്റവരല്ല ഹുർലിങ്ങൾ. വഹൂറുൻ ഐൻ കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ. അത് കഴിഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, ജസാഅം ബിമാ കാനൂ യഅ്മലൂൻ. അവർ പ്രവർത്തിച്ചിരുന്നതിന് പ്രതിഫലമായിട്ടാണ് അല്ലാഹു ഇത് നൽകുന്നത്, ഈ ഹൂരികളെ നൽകുന്നത്. നേരത്തെ പറഞ്ഞ പഴവും പക്ഷിമാംസവും ഒക്കെ നൽകുന്നത്. അതിന്റെ മുമ്പ് പറഞ്ഞ ആ സുന്ദരമായ, കുടിക്കാൻ നല്ല ടേസ്റ്റുള്ള, ആ മധുരമുള്ള പാനീയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തത്, അത് കൊണ്ടു നടക്കുന്ന സ്വർഗീയ പയ്യന്മാരെ കുറിച്ച് പറഞ്ഞത്, അതൊക്കെ അവിടെയാണ്. ഇവർ ചെയ്തതിനുള്ള പ്രതിഫലമായിട്ടാണ്. ഇവിടെ ഈ ഹൂറുൻ ഐൻ എന്ന് പറയുമ്പോ, ഹൂറുലീങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ വർണ്ണിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു സംശയം ഉണ്ടാകാറുണ്ട്. നമുക്കൊരു പക്ഷെ അതുണ്ടാകൂല, പക്ഷെ പെണ്ണുങ്ങൾക്കുണ്ടാവും. അതെന്താന്ന് വെച്ചാൽ, ഈ ആണുങ്ങൾക്ക് ഇങ്ങനെ ഒരു സംവിധാനമൊക്കെ ഉണ്ട്, പക്ഷെ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ? പെണ്ണുങ്ങൾക്ക് സ്വർഗത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. എന്നല്ല, പല വഅദിന്റെ വേദികളിലും പലപ്പോഴും എഴുത്തും കിട്ടാറുണ്ട്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മളിത് പറയുമ്പോൾ നമ്മുടെ കാര്യം മാത്രം ഒരു പക്ഷത്തേക്ക് മാത്രം നോക്കിയിട്ട് അങ്ങോട്ട് അവതരിപ്പിക്കലാണ്. യഥാർത്ഥത്തിൽ എന്താണ് അതിന്റെ സ്ഥിതി? സ്വർഗം, ഖുർആൻ പറയുന്നതൊക്കെ ഹൂറുലിങ്ങളെ കുറിച്ചാണ്, പെണ്ണുങ്ങളെ കുറിച്ചാണ്.
അവിടെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞ വിഷയം ഒന്നും കൂടെ നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. ഖുർആനിൽ ഒരിക്കലും സമ്പൂർണമായ സ്വർഗത്തിന്റെ ചിത്രീകരണമില്ല. അത് ഞാൻ പറഞ്ഞ അതിനാ ഫീഹിമ ഫാക്കിഹത്തും വനഖ്ലും വറുമാൻ, ഈത്തപ്പഴവും റുമാമ്പഴവും ഉണ്ട്. അപ്പൊ ഒരാളുടെ ടെൻഷൻ ആപ്പിൾ ഉണ്ടാവൂലേ, അങ്ങനെ ടെൻഷൻ അടിക്കേണ്ടതില്ല. എല്ലാം സ്വർഗത്തിലുണ്ടാവും, എല്ലാം സ്വർഗത്തിലുണ്ടാകും. പിന്നെ സ്വർഗം കാണിക്കുന്നതൊക്കെ മോഡലാണ്. അപ്പൊ പെണ്ണിനാവശ്യമായത് പെണ്ണിനുണ്ടാകും, ആണിനാവശ്യമായത് ആണിനുണ്ടാകും. പിന്നെ എന്തുകൊണ്ട് ഈ ഹുറുലിങ്ങൾ എടുത്തു പറയുന്ന സ്വർഗം എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ സൗന്ദര്യമാണ് പലപ്പോഴും വിശുദ്ധ ഖുർആൻ വർണ്ണിക്കുന്നത്. സൗന്ദര്യത്തിൽ എപ്പോഴും ആണ് എന്ന് പറഞ്ഞാൽ അതൊരു സൗന്ദര്യത്തിന്റെ പ്രതീകമല്ല. ആണ് അതിങ്ങനെ ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു സാധനം, അത്രയേ ഉള്ളൂ. അത് സൗന്ദര്യത്തിന്റെ പ്രതീകമല്ല. പെണ്ണങ്ങനെയല്ല, സൗന്ദര്യത്തിന്റെ പ്രതീകമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ പോകുന്നതൊക്കെ വെള്ളച്ചാട്ടം, അതുപോലെ തന്നെ നല്ല ഇടതൂർന്ന പച്ച ഇലയുള്ള ഇടതൂർന്ന തോട്ടങ്ങൾ, നല്ല ഹരിതക ഭൂമി, ഇതൊക്കെ ഇനി കാണാൻ പോവാണ്, നമ്മൾ പറയാൻ പോവാണ്, പഠിക്കാൻ പോവാണ്. അസ്ഹാബുൽ യമീനിൽ അതിൽ പറയുന്നു. അപ്പൊ ശരിക്കും ഒരു മനുഷ്യൻ എന്തൊക്കെയാണ് സൗന്ദര്യമായി കാണുന്നത് അതൊക്കെ അവിടെ എടുത്തു തരാം. അല്ല സ്വർഗത്തിലുള്ളതൊക്കെ ചെള്ള് കൊയ്ത്താന്ന് പറഞ്ഞ ഓരോന്നും പറയുന്ന പരിപാടിയില്ല. ഓരോന്നും എടുത്തിട്ട് ഖുർആനിൽ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല, ഹദീസിൽ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വലാഉദുനും സമീഅത്ത് എന്നതിന് അർത്ഥം ഉണ്ടാകൂല എന്ന് ഇന്നലെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആശയം, പെണ്ണിനാവശ്യമായത് പെണ്ണിനുണ്ടാകും. അത് നമുക്ക് കാണാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നില്ല. പക്ഷേ ഇല്ല എന്നൊരിക്കലും ഖുർആൻ ഹൂറുലിങ്ങളെ പറ്റി മാത്രമാണ് പറഞ്ഞത് എന്നതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വർഗീയ പുരുഷന്മാരെന്നൊരു വിഭാഗം ഉണ്ടോ ഇല്ലേ നമുക്ക് പറയാൻ കഴിയില്ല. ഉറപ്പാണ് ഉണ്ടാവാം. കാരണം വലഹും ഫീഹാ മാ യദ്ദഊൻ, അവർക്ക് ചോദിക്കുന്നതൊക്കെ ആവശ്യപ്പെടുന്നതൊക്കെ ഓരോരുത്തരുടെയും ആവശ്യത്തിനുള്ളത് മുഴുവനും അവിടെ ഉണ്ട് എന്ന് ഖുർആൻ പറഞ്ഞെങ്കിൽ ഒരു നിലക്കും പോരായ്മയുള്ള ലോകമല്ല സ്വർഗം. പിന്നെയോ അവരെ സംബന്ധിച്ചിടത്തോളം ഫതാവൽ ഹദീസിലൊക്കെ കാണാൻ കഴിയും. അവരെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലെ പുരുഷന്മാരെ അവർക്ക് ഭർത്താക്കന്മാരായിട്ട് ലഭിക്കും. ഭർത്താക്കന്മാരായിട്ട് ലഭിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭർത്താക്കന്മാരില്ലാത്തവർക്ക് ഭർത്താക്കന്മാർ വേണം. സ്വർഗാവകാശികളായ പുരുഷന്മാരെ അവർക്ക് ഭർത്താക്കന്മാരായി കിട്ടും. ഇതുപോലെ ഒരു സംവിധാനവും ഉണ്ടാവാം. സ്വർഗീയ പുരുഷന്മാരെന്ന് പറഞ്ഞ ഒരു സംവിധാനവും ഉണ്ടാവാം. അതില്ലെങ്കിലും ടെൻഷനില്ല എന്നാ പറഞ്ഞത്. കാരണം എന്റെ ശാരീരിക ദാഹം തീരാനല്ല ഹൂറുലിങ്ങൾ, അതിന് നമുക്ക് സ്വർഗത്തിലെ ഈ ഇഹലോക തരുണികൾ തന്നെ മതി. അതാ ഞാൻ പറയുന്നത്, ഇനി ഒരു ദിവസം തന്നെ അവതരിപ്പിക്കുന്ന വിഷയം അതാണ്. സ്വർഗത്തിലെ ഇഹലോക തരുണികൾ അതൊരു വല്ലാത്ത സംഭവമാണ്. ഇവിടത്തെ ഭാര്യമാര് തന്നെ മതി നമ്മുടെ ആഗ്രഹം തീരാൻ മാത്രം സ്വർഗത്തിൽ. മറ്റേത് പിന്നെ സ്വർഗത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വർഗത്തിന്റെ സൗന്ദര്യവും ചാരുതയും ചിത്രീകരിക്കുകയാണ്. അതാണ് സംഗതി. നമുക്ക് ആവശ്യമുള്ളത് എന്നതിലപ്പുറം സ്വർഗത്തിന്റെ സൗന്ദര്യം എങ്ങനെ എടുത്തു കാണിക്കുകയാണ് അല്ലാഹു. അപ്പൊ പെണ്ണ് എന്നത് വലിയൊരു സൗന്ദര്യത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് ലോകം കാണുന്നത്. അത് സ്വർഗത്തിലും അങ്ങനെയാണ്. കണ്ടോ നിങ്ങൾ? ഇനി സ്വർഗത്തിലെ ഈ ഇഹലോകത്തെ തരുണികളെ കുറിച്ച് പറയുമ്പോൾ അവിടെ അവരുമായുള്ള ബന്ധങ്ങളും അതുപോലെ തന്നെ ആ ബന്ധത്തിൽ കിട്ടുന്ന ടേസ്റ്റും അതൊക്കെ ഖുർആൻ ഇടയ്ക്കിടെ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പൊ നമുക്ക് ആ കാര്യത്തിന് അവര് തന്നെ എമ്പാടും മതി. നമ്മുടെ ലൈംഗികദാഹം തീർക്കാൻ വേണ്ടി മാത്രമല്ല, ഇത് സൗന്ദര്യത്തിന് വേണ്ടിയും കൂടെയാണ്. അതുകൊണ്ട് ആ രംഗത്ത് പ്രശ്നം വരുന്നില്ല. മാത്രമല്ല, ഭൂമിയിലെ ഭർത്താവിന് നാളെ തന്റെ സഹോദരിയോടൊപ്പം തന്റെ ഭാര്യയോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒന്നിക്കാൻ കഴിയും. ഭൂമിയിലെ ഭാര്യയ്ക്ക് നാളെ ഭർത്താവിനോടൊപ്പം സ്വർഗത്തിൽ ഒന്നിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരന്മാർ, നിങ്ങൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന നിങ്ങളുടെ ഭാര്യമാരോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒത്തുകൂടണം എന്ന് നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടോ? നിർബന്ധമായും നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ ഇസ്ലാമിക ചിട്ടയിൽ വളർത്തിയെടുത്തോ, അല്ലെങ്കിൽ തൽക്കാലം ഇതിന് പറ്റില്ല. ഉറപ്പാണ്. അത് നമ്മളെ ഏറ്റവും കൂടുതൽ ആനന്ദിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ഇവിടെ ഭാര്യയും ഭർത്താവുമായി കഴിഞ്ഞവരെ സ്വർഗത്തിലും ആക്കാന്നുള്ളത്. സ്വർഗത്തിലും അതുപോലെ തന്നെ അവർക്ക് ഭാര്യയും ഭർത്താക്കന്മാരുമായിട്ട് അല്ലാഹു തആല കൂട്ടിക്കൊടുക്കുമെന്ന് പറഞ്ഞത് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആനന്ദിപ്പിക്കുന്നതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിനെന്തു ചെയ്യണം? ഇവർ രണ്ടുപേരും നന്നാവണം. അതിരാവിലെ സുബഹി ഖദാ ആകുന്നതിന്റെ മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് ഉളൂ ചെയ്ത് നിസ്കരിക്കുന്ന പെണ്ണ്, 8 മണിക്ക് എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കാൻ ശ്രമിക്കുന്ന
അല്ലെങ്കിൽ സുബഹി നിസ്കരിക്കുക പോലും ചെയ്യാതെ ഇറങ്ങി തന്റെ തൊഴിലിന് പോകുന്ന ഈ ഭർത്താവിന് തൽക്കാലം ഈ പെണ്ണിന് ഈ ഭർത്താവിനെ ഒരിക്കലും സ്വർഗത്തിൽ കിട്ടില്ല. അപ്പൊ ഒരു പെണ്ണിന് അങ്ങനെ മോഹമുണ്ടോ? സ്വർഗത്തിൽ എന്റെ ഭർത്താവിനെ എനിക്ക് കിട്ടണം എന്ന് മോഹമുണ്ടോ? പലപ്പോഴും ഭാര്യയുടെയും ഭർത്താവിന്റെയും സ്നേഹം നോക്കുമ്പോ ഭർത്താവിന്റെ സ്നേഹത്തിൽ ഒരു പക്ഷേ കളങ്കമുണ്ടാകും, പക്ഷെ ഭാര്യ ഭർത്താവിനെ നന്നായി സ്നേഹിക്കുന്നുണ്ടാകും. അപ്പൊ അവർക്ക് പലപ്പോഴും ഇത് മോഹമുണ്ട്. അതുകൊണ്ടൊരു പെണ്ണ് തന്റെ ഭർത്താവിനെ സ്വർഗത്തിൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൾ മാത്രം അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് നിസ്കരിച്ചാൽ പോരാ. 8 മണി വരെ കിടന്നുറങ്ങുന്ന ഭർത്താവിനെ അതിരാവിലെ തന്നെ സുബഹി ഖദാ ആകുന്നതിന്റെ മുമ്പ് എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് നിസ്കരിപ്പിക്കാൻ കഴിയണം. എങ്കിലേ ഉണ്ടാകൂ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാളെ സ്വർഗത്തിൽ ഒന്നിക്കണോ? ഇസ്ലാമിക പ്രവർത്തകർ, ദീനിന്റെ പ്രവർത്തകർ, സംഘടനാ പ്രവർത്തകരുണ്ട്. അവർ നല്ല ചിട്ടയൊത്ത് നീങ്ങുന്നവരാണ്. അവരുടെ ഒരു നിസ്കാരം പോലും ഖദാ ആക്കാറില്ല. ഖുർആൻ പാരായണമില്ലാത്ത ദിനം അവർക്ക് കരിദിനമാണ്. അങ്ങനെ പ്രഖ്യാപിച്ച ആ മുദ്രാവാക്യം പ്രഖ്യാപിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. പക്ഷേ പലപ്പോഴും കല്യാണം കഴിക്കുന്നതോടെ അവതാളത്തിലാകാറുണ്ട് മക്കളെ. എന്തേ കാരണം? അടിപൊളിക്കാരിയായ ഭാര്യയാണ് ഇവന്റെ ഭാഗ്യദോഷത്തിന് ഇവന് കിട്ടിയത്. അവള് തലമറക്കാതെ നടക്കുമ്പോ അവളോടുള്ള സ്നേഹം കൊണ്ട് അവളോട് തലമറക്കടി എന്ന് പറയാനുള്ള വോയിസ് ഇല്ലാതെ പോയാൽ നിനക്ക് നിന്റെ ഭാര്യയെ സ്വർഗത്തിൽ കിട്ടില്ല. ഈ ഭാര്യയെ നിനക്ക് സ്വർഗത്തിൽ കിട്ടില്ല. ഈ ഭാര്യ മറച്ചില്ലെങ്കിൽ, അവൾ അവരുടെ മാംസള ഭാഗങ്ങൾ മറച്ചില്ലെങ്കിൽ, അത് മറക്കാൻ പറയാനുള്ള ചെങ്കൂറ്റം നിനക്കില്ലെങ്കിൽ ഈ ഭാര്യയെ നിനക്ക് സ്വർഗത്തിൽ കിട്ടില്ല. കിട്ടണമെന്നുണ്ടോ? ദമ്പതികൾ പൂർണ്ണമായും ഇസ്ലാമികവൽക്കരിക്കപ്പെട്ട ജീവിതം അത് കൈമുതലാക്കിയെങ്കിൽ മാത്രമേ നാളെ സ്വർഗത്തിൽ ഒത്തുകൂടാൻ കഴിയൂ. ഇത് കൂട്ടത്തിൽ ഞാൻ ഉണർത്തുകയാണ്. എന്തിന്? നമ്മളെല്ലാവരും ശ്രദ്ധിച്ചു നീങ്ങാൻ. ഇതെല്ലാവർക്കും നല്ല സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും. കൂട്ടത്തിൽ ആർക്കെങ്കിലുമൊക്കെ ടെൻഷനും ഉണ്ടാവും. അത് സ്വാഭാവികമാണല്ലോ. ഞാനൊരിക്കത് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, ഉസ്താദേ, എനിക്ക് ഇതുവരെ കേട്ടതിലൊക്കെ സന്തോഷമേ ഉള്ളൂ, പക്ഷെ ഇപ്പം എനിക്ക് വല്ലാത്ത വിഷമം. അതെന്തേന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ച ഒരു 10-40 കൊല്ലം ഈ പാത്തുമ്മക്കുട്ടിനെ ഇവിടെ സഹിച്ചാൽ മതിയെന്ന്. പക്ഷെ നിങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ ഇവള് സ്വർഗത്തുക്കും കൂടി കുത്തിപ്പിടിച്ച് വരുന്നറിഞ്ഞോടുകൂടി എൻ്റെ കാര്യം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ പാത്തുമ്മക്കുട്ടിന്റെ സ്വഭാവം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവളുടെ സൗന്ദര്യക്കുറവായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. സൗന്ദര്യക്കുറവ് പലപ്പോഴും പ്രശ്നമാവാറില്ല. പലപ്പോഴും പ്രശ്നമാകാറുള്ളത് എന്താ? നാക്ക് കുറച്ച് നീളം കൂടുതലാന്നുള്ളതാണ്. സ്വഭാവം ഗുണമല്ല എന്നതാണ്. പെരുമാറ്റം ശരിയല്ല എന്നതാണ്. എന്നാൽ അവിടെ എത്തുമ്പോൾ അത് ഫുൾ ചേഞ്ച് ആയിട്ടുണ്ടാവും. ആണും പെണ്ണും ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ടാവും. പൂർണ്ണമായി ചേഞ്ച് ആവും. എല്ലാവർക്കും 33 വയസ്സാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ആണിനും പെണ്ണിനും ഒക്കെ 33 വയസ്സ്. ഇവരെ മറികടക്കാൻ സൗന്ദര്യം കൊണ്ടോ ബുദ്ധി കൊണ്ടോ മറ്റേതെങ്കിലും കാര്യം കൊണ്ട് ഹുറുലിങ്ങൾക്ക് സാധ്യമല്ല. അങ്ങനെയാണ് നാളെ വരാനിരിക്കുന്നത്. അപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട. നാളെ സ്വർഗത്തേക്ക് പാത്തുമ്മക്കുട്ടി വരുമ്പോ നിങ്ങൾ അവളെ അറിയന്നല്ലത് പഴയ പാത്തുമ്മക്കുട്ടി ആണോ എന്ന് കുറെ വട്ടം നോക്കേണ്ടി വരും. കാരണം ഒരുപാട് മാറ്റം കുടുങ്ങിയിട്ടുണ്ടാവും. എല്ലാ നിലക്കും ശാരീരിക ഷേപ്പ് മാറിയിട്ടുണ്ടാവും, സ്വഭാവം മാറിയിട്ടുണ്ടാവും, എല്ലാം മാറിയിട്ടുണ്ടാവും പൂർണ്ണമായിട്ടും. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഹൂറുല്ലീങ്ങൾ എന്ന സംവിധാനം യഥാർത്ഥത്തിൽ സ്വർഗത്തിന്റെ സൗന്ദര്യമാണ്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ഇഹലോക ദമ്പതികൾക്ക് നാളെ സ്വർഗത്തിൽ സന്ധിക്കാനുള്ള ഭാഗ്യത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അല്ലാഹു തആല നമുക്കത് സാധിപ്പിച്ചു തരുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അത് സാധിപ്പിച്ചു തരുമാറാവട്ടെ. നമ്മുടെ ഉസ്താദുമാർക്ക് അത് സാധിപ്പിച്ചു തരുമാറാവട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാർ, വഹൂറുൻ ഐൻ കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അവര് പ്രവർത്തിച്ചിരുന്നതിന് പ്രതിഫലമായിട്ടാണ് ഇത് കൊടുക്കുന്നത്. കാരണം എന്ത്? മുഖറബീങ്ങളെ പറ്റിയാ പറയുന്നത്. മുഖറബീങ്ങൾ കുറെ അമല് ചെയ്തവരാ. ആ അമല് ചെയ്തതിന് പ്രതിഫലമായിട്ടാണ് കേട്ടോ ഞാനിത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവര് ചെയ്ത അമലിന് മാത്രം ഇത്രയൊക്കെ ഉണ്ടാവുമോ? അതൊന്നും ഉണ്ടാവില്ല. അള്ളാഹിന്റെ ഭാഗത്തു നിന്നുള്ള ഔദാര്യവും കൂടെയാണ്. വെറും പ്രതിഫലം എന്ന് പറഞ്ഞുകൂടെ ഔദാര്യവും കൂടെയാണ്. കാരണം അല്ലാഹു തആല മുത്തഖീങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ, ചീത്ത ജനങ്ങളെ കുറിച്ച്, ദുർജനങ്ങളെ കുറിച്ച് അല്ലാഹ് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ജസാഅൻ വിഫാഖ, ഫിറ്റായ പ്രതിഫലം. ഓല് ചെയ്തതിനനുസരിച്ചുള്ള പ്രതിഫലം നരകം. അവർ ചെയ്തതിനനുസരിച്ചുള്ള 100% അവർ ചെയ്തതിനോട് പൊരുത്തപ്പെടുന്ന പ്രതിഫലമല്ലേ എന്നാ ചോദിച്ചത്. ശരിയാണ്. അതേസമയോ നല്ല ജനങ്ങളെ പറ്റി പറഞ്ഞപ്പോഴോ ജസാഅൻ മിൻ റബ്ബിക അതാഅൻ ഹിസാബ, നിന്റെ റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം എന്ന് പറയാതെ അതാഅൻ ഹിസാബ എന്നും കൂടെ കൂട്ടി പറഞ്ഞു. കണക്ക് തീർത്ത് തന്ന ഔദാര്യമാണിത്.
എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത അമൽ കൊണ്ടൊന്നും ഇത്ര വലിയ സുഖങ്ങളൊന്നും കിട്ടാൻ വകുപ്പില്ല, ഇത്ര വലിയ സുഖങ്ങളൊന്നും കിട്ടാൻ വകുപ്പില്ല. പിന്നെ അല്ലാഹു തആലാന്റെ വകയായിട്ട് കുറെ ഔദാര്യമായിട്ട് അല്ലാഹു തആല തുറന്നു തരണം, അത് തന്നെയാണ്. അപ്പൊ അത് മുഖറബീങ്ങൾക്ക് അടക്കം അങ്ങനെയാണ്, മറ്റുള്ളവരുടേത് സമ്പൂർണ്ണമായിട്ടും ഔദാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അസ്ഹാബുൽ യമീനെ കുറിച്ച് നമ്മൾ പരാമർശിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. ഇടത്തരം വിഭാഗത്തെ കുറിച്ച്, ഇപ്പൊ ഉത്തമ വിഭാഗത്തെ കുറിച്ച്, മുഖറബീങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഇടത്തരം വിഭാഗത്തെ കുറിച്ച് നാം പരാമർശിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് കാണാം അവരെന്തുകൊണ്ട് സ്വർഗത്തിൽ കടന്നു എന്നുള്ള കാരണം തന്നെ അള്ളാഹു പറയുന്നില്ല. ഉണ്ടാകൂല, നിങ്ങൾക്ക് നോക്കാം, അങ്ങനെ ഒരു സംഗതിയെ ഉണ്ടാവില്ല. അവർ സ്വർഗത്തിലെത്തി, എന്തേ? പൂർണ്ണമായും അള്ളാഹുവിന്റെ ഔദാര്യം. അതാണ് ഞാൻ പറഞ്ഞത്, ഇമാം റാസി പറഞ്ഞല്ലോ, ജസ്റ്റ് അഡ്മിഷൻ ലഭിക്കുന്നവരാണ് ഇവർ സ്വർഗത്തിലേക്ക്. ഇവരെങ്ങനോ തട്ടിമുട്ടിയൊക്കെയാണ് സ്വർഗത്തിലെത്തുക എന്ന പരിപാടിയാണ്. ഒരിക്കലും ഒരു യോഗ്യത ഉണ്ടായിട്ടല്ല. ആ കൂട്ടത്തിലാകോ ഞാനും നിങ്ങളും ഒക്കെ പെടുന്നത് എന്ന് കൂടുതൽ ചിന്തിക്കണം. അവിടെ പെടാൻ സാധ്യതയുള്ളൂ, പക്ഷെ അതിലെങ്കിലും ഉറച്ചു നിൽക്കാൻ വേണ്ടി കുറച്ചെന്തെങ്കിലും ചെയ്യാൻ ആ സംഗതി സലാമത്താകൂല. മൂന്നാമത്തെ വിഭാഗത്തിലേക്ക് തട്ടിപ്പോയാൽ, അസ്ഹാബു ഷിമാലിൽ പെട്ടുപോയാൽ ഞാനും നിങ്ങളും വലഞ്ഞത് തന്നെ. അള്ളാഹു നമ്മെ സലാമത്താക്കട്ടെ, പടച്ച റബ്ബ് നമ്മളെ സലാമത്താക്കി തരട്ടെ. അപ്പൊ അല്ലാഹു തആല ചെയ്തതിന് പ്രതിഫലമായിട്ട് അത് നാളെ സുഖലോക സ്വർഗത്തിൽ നമ്മൾ സുഖലോക സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇങ്ങനെ ആസ്വദിക്കുമ്പോഴും അല്ലാഹ് വന്ന് പറയുന്നത് അത് തന്നെയാണ്. കുലൂ അശ്റബൂ ഹനീഅം ബിമാ കുൻതും തഅമലൂൻ. സൂറത്തു തൂർ 19. നിങ്ങൾ തിന്നോ കുടിച്ചോ, സുഭിക്ഷമായി കഴിഞ്ഞോ, സന്തോഷം സസന്തോഷം, നിങ്ങൾ ഇവിടെ സുഭിക്ഷമായി കഴിഞ്ഞോ. ബിമാ കുൻതും തഅമലൂൻ. ഒരുപാട് നിസ്കരിച്ചവരല്ലേ, നോമ്പ് നോറ്റവരല്ലേ, ഖുർആൻ ഓതിയവരല്ലേ, സംഘടനാ വർക്ക് ചെയ്തവരല്ലേ, ദീനിനു വേണ്ടി പ്രവർത്തിച്ചവരല്ലേ. ദാ ഇഷ്ടം പോലെ തിന്നോ കുടിച്ചോ റാഹത്തോടെ. കുലൂ വശ്റബൂ ഹനീഅം ബിമാ അസ്റഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. കഴിഞ്ഞുപോയ നാളുകളിൽ എനിക്ക് നിങ്ങൾ നേരത്തെ അടച്ചു തന്ന, മുൻകൂട്ടി അടച്ചു തന്ന കാര്യങ്ങൾ, അതിന് പ്രതിഫലമായിട്ട് ദാ നിങ്ങൾ കുടിച്ചോ തിന്നോ എന്ന് അല്ലാഹു തആല അതാ നമ്മളോട് ഓർഡർ ഇടുന്നു. സൂറത്തുൽ ഹഖ് 24. ഇങ്ങനെ അല്ലാഹു തആല ഓരോ സ്ഥലത്തും പറയുന്നത് കാണാം. ഒരുപാട് ചെയ്ത മുഖറബീങ്ങളോട് അല്ലാഹു ഇത് പറയുന്നതിന് അർത്ഥമുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇവരാരായിരുന്നു? അമല് ചെയ്യുന്ന കാര്യത്തിൽ ഇവർ മുൻപന്തിയിലായിരുന്നു. ഇൻഷാ അല്ലാഹ് പറ്റിയെങ്കിൽ ഇന്ന് വിചാരിച്ച വിഷയം സംസാരിക്കണമല്ലോ, അതിലേക്ക് മാറുകയാണ്. കഴിഞ്ഞെങ്കിൽ ഞാൻ അവസാനം പറയാം. ലാ യസ്മഊന ഫിഹാ ലഗ്വൻ വലാ തഅസീമാ ഇല്ലാ ഖിറൻ സലാമൻ സലാമാ. ലാ യസ്മഊന ഫിഹാ. സ്വർഗത്തിൽ ആ ഉത്തമ വിഭാഗം സ്വർഗത്തിലെത്തിയാൽ സ്വർഗാവകാശികൾ സ്വർഗത്തിൽ നിന്ന് കേൾക്കൂല ലഗ്വൻ വലാ തഅസീമാ. ഒരനാവശ്യ വാക്ക്, ഒരശ്ലീലം സ്വർഗത്തിൽ നിന്ന് കേൾക്കാൻ കഴിയില്ല. ഒരശ്ലീലം പറയുന്നതോ എഴുതുന്നതോ ഒന്നും സ്വർഗത്തിൽ കേൾക്കാൻ കഴിയില്ല. എഴുതിയത് വായിക്കുന്നതോ പറയുന്നതോ ഒന്നും കേൾക്കാൻ കഴിയില്ല. അശ്ലീലമില്ലാത്ത ലോകം, അതാണ് സ്വർഗം. അതാ ഞാൻ പറഞ്ഞത്, ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ. അശ്ലീലം കേൾക്കാത്ത ലോകം, കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കേൾക്കാത്ത ലോകം, ഗീബത്തിന്റെ ശബ്ദമില്ല, നമീമത്തിന്റെ ശബ്ദമില്ല, ആളെ കുതിരയാക്കുന്ന പരിഹസിക്കുന്ന ശബ്ദമില്ല, ഒരശ്ലീല വാക്കുപോലും സ്വർഗത്തിൽ കേൾക്കാൻ കഴിയില്ല. അതാണ് സ്വർഗം. ഒരു മഹാൻ പറഞ്ഞു, സ്വർഗീയ അനുഗ്രഹത്തിന് എനിക്ക് ഏറ്റവും വലിയ സംഭവമായിട്ട് തോന്നിയത് ഇതാണ്. കാരണം എന്താ? ഈ ലോകം ഇവിടെ തീർത്തും ശ്ലീലം മരീചികയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇന്നത്തെ വിഷയം അതാക്കാമെന്ന്. ശ്ലീലം മരീചികയായ ഇഹലോകം. കാരണം ഇന്ന് നമ്മളിവിടെ ജീവിക്കുമ്പോ, അന്ന് സഹാബത്ത് അങ്ങനെ പറഞ്ഞെങ്കിൽ നമുക്കിത് എല്ലാ അർത്ഥത്തിലും പറഞ്ഞുകൂടെ? കാരണം ലോകം മുഴുവനും നാറിയിരിക്കുകയാണ്. ലോകം മുഴുവനും നാറിയിരിക്കുന്നു. ഒന്ന് എന്ന് വെക്കണ്ട, എല്ലായിടത്തും നാറിയിരിക്കുകയാണ്. വർത്തമാന ലോകം ഇന്നൊരു അശ്ലീലമയമാണ്. എവിടെ നോക്കിയാലും അശ്ലീലങ്ങളേ ഉള്ളൂ. എവിടെ നോക്കിയാലും അതേ ഉള്ളൂ. അശ്ലീലമില്ലാത്ത ഒരു ലോകം നമുക്കിന്ന് സ്വപ്നമാണ്. ആരായാലും, കൊടിയേതായാലും, പക്ഷമേതായാലും, സംഗതി ശരിയാണ്. അഴിമതിയിൽ കിടന്ന് ഉരുളാത്ത ഒരൊറ്റ നേതാവിനെയും നമുക്ക് കിട്ടുന്നില്ല. എന്നതുപോലെ അശ്ലീലം തീർത്തും മുക്തമായ ഒരു ലോകം. ആ ലോകത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. അത് നീ സ്വപ്നം കാണാനേ കഴിയൂ, അല്ലാതെ അതിവിടെ യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടുകയില്ല.
കാരണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഇന്നാകെ അശ്ലീലങ്ങളിലാ നമ്മളുള്ളത്. ശരിക്ക് ചിന്തിക്കണം. ലോകം മൊത്തം അതാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ്, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഇമാം ബസ്സാർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, വമിൻ അശ്റാത്തിസ്സാഅത്തി അൽ ഫുഹ്ശു വത്തഫഹുഷ്. ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് അൽ ഫുഹ്ശു വത്തഫഹുഷ്, അശ്ലീലം പെരുക്കൽ. അൽ ഫുഹ്ശു വത്തഫഹുഷ്, എവിടെ നോക്കിയാലും അശ്ലീലങ്ങളായിരിക്കും. ഇൻഷാ അല്ലാഹ് അന്നത്തെ ലോകം നമുക്കൊന്ന് ഇങ്ങനെ അങ്ങോട്ട് പരതിയാൽ, ഒന്ന് ചെറിയൊരു വീക്ഷണം ലോകത്തേക്ക്, വർത്തമാന ലോകത്തേക്ക് നമ്മൾ നടത്തുകയാണെങ്കിൽ മുഴുവനും അശ്ലീലം. എവിടെയാ അശ്ലീലല്ലാത്തത്? മാന്യത എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയോ? ഇല്ല. നബി തങ്ങൾ പറഞ്ഞു ഫുഹ്ഷും തഫഹുഷും. അവിടെ രണ്ട് പ്രയോഗമുണ്ട് റസൂലുള്ളാഹിക്ക്. ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് ഫുഹ്ഷും തഫഹുഷും എന്ന് പറയുമ്പോ, തഫഹുഷ് എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വ അശ്ലീലങ്ങള് വാരി വലിച്ച് ചെയ്യലാണ്, മനഃപൂർവ്വ അശ്ലീലങ്ങൾ ഉണ്ടാക്കലാണ്. മഹാന്മാർ അതിനെ വിശദീകരിച്ചതാണ് തഅമ്മുദു ദാലിക, മനഃപൂർവ്വം അശ്ലീലം ചെയ്യാം. അപ്പൊ പിന്നെ ഫുഹ്ഷ് എന്ന് പറഞ്ഞതോ, അത് മനഃപൂർവ്വമായിരിക്കൂല, മാന്യന്മാരും കുടുങ്ങിപ്പോകും. ഉറപ്പല്ലേ? ഇന്ന് അങ്ങനെയാണ്, മാന്യന്മാരും കുടുങ്ങിപ്പോകും. എന്തുകൊണ്ട്? അശ്ലീല കമ്പക്കാർ അവരിവിടെ അശ്ലീലം കൊണ്ട് കൂത്താടുന്ന സമയത്ത് അല്പം മാന്യതയും തഖ്വയുടെ ഉളുപ്പുമുള്ളവൻ, അവനും അവന്റെ മാന്യതയും തഖ്വയും കീപ്പ് ചെയ്യാൻ കഴിയില്ല. അയാളും അക്കൂട്ടത്തിൽ അങ്ങനെ അങ്ങോട്ട് ഒഴുകിപ്പോകും. അതാണ് നമ്മൾ കാണുന്നത്. അശ്ലീലം കാണാതെ എനിക്ക് ജീവിക്കണമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയെങ്കിൽ പോരേൽ അവിടെ ഇരിക്കേണ്ടി വരും. പുറത്തിറങ്ങിയാൽ കാണണം. കാരണം എന്താ? നിങ്ങൾ യാത്ര ചെയ്യുന്ന റോഡുകളുടെ ഇരു സൈഡുകളിലും തലപൊക്കി നിൽക്കുന്ന പരസ്യ ബോർഡുകൾ കംപ്ലീറ്റ് അശ്ലീലങ്ങളാണ്. പരസ്യ ബോർഡുകൾ മുഴുവനും അശ്ലീലങ്ങളാണ്. ഏത് പരസ്യ ബോർഡിലേക്കാണ്, ഏത് സ്ഥാപനത്തിന്റെ പരസ്യ ബോർഡിലേക്കാണ് ഒരു മുസ്ലിമിന് നോക്കാൻ പറ്റിയത്? ഒറ്റ പരസ്യ ബോർഡിലേക്ക് ഒരു മുസ്ലിമിന് നോക്കിക്കൂടാ. കാരണം എന്താ? ഒന്നിരിക്കൽ പകുതി ഉടുത്തത്, അല്ലെങ്കിൽ തീരെ ഉടുക്കാത്തത്. ഒരു പെണ്ണ് അവിടെ ഉറപ്പാ ബോർഡില്. പെണ്ണിന്റെ ഫോട്ടോ പ്രദർശിപ്പിക്കാത്ത പരസ്യ ബോർഡുകൾ. ഇതൊക്കെ ചിന്തിക്കുമ്പോ, ഇതൊക്കെ പറയുമ്പോ ഒരു പക്ഷേ ആരെങ്കിലുമൊക്കെ, ചുരുക്കം ചിലരെങ്കിലും, ഈമാൻ ചെറിയൊരു അംശമെങ്കിലും ബാക്കിയുള്ളവർ ഒരിക്കലും സംശയിക്കൂല. ഇത് അശ്ലീലാണ്, ഇത് മോശാണ് എന്ന കാര്യത്തിൽ ആരും സംശയിക്കൂല. പക്ഷെ ആർക്കെങ്കിലുമൊക്കെ തോന്നിയേക്കാം അതൊക്കെ ഉസ്താദ് എന്ന് പറയേണ്ടതാണോ? തീർച്ചയായിട്ടും ഇന്ന് പറയേണ്ടതാണ്. കാരണം റസൂലുള്ളാഹി നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊക്കെ വരും, ഇതൊക്കെ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് പറയാതിരിക്കാൻ വയ്യ. ആരുടെ പരസ്യ ബോർഡിലും നമ്മൾ കാണുന്നത് ഇതാണ്. നല്ല ദീനീ ചിട്ടയുള്ള ആളുടെ സ്ഥാപനത്തിന്റെ പരസ്യ ബോർഡിൽ അടക്കം കാണുന്നത് ഇതാണ്. ഞാൻ കോട്ടക്കലിൽ നിന്ന് ഇത് പറയുമ്പോ നല്ല ദീനീബോധമുള്ള ഒരു ചെറുപ്പക്കാരൻ വല്ലാതെ വിഷമിച്ചു പോയി. കാരണം കോട്ടക്കൽ പള്ളിയുടെ മുമ്പിൽ തന്നെ അയാളുടെ ഒരു പരസ്യ ബോർഡ് ഉണ്ടായിരുന്നു. പിന്നീടാണ് എന്നോട് ഒരാളത് പറഞ്ഞത്. തീർത്തും അശ്ലീലം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം പോലും നോക്കാൻ കഴിയാത്തത്. ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കുക, അത് മാറ്റാൻ നിർബന്ധിതനാകും. നമ്മളൊക്കെ നമ്മുടെ സ്വഭാവം തിരുത്താനെങ്കിലും ഇത് കാരണമായെങ്കിലോ പ്രചോദനമായെങ്കിലോ എന്ന് കരുതിയാണ് ഇത് പറയുന്നത്. നോക്കൂ നിങ്ങൾ, കച്ചവടക്കണ്ണു മാത്രമല്ലേ ഇതിന്റെ പിന്നിലുള്ളത്. പെണ്ണുങ്ങളുടെ മേനി. ഇന്ന് നമുക്ക് ഒറ്റവാക്കിൽ ഉത്തരം എഴുതാൻ പറ്റും. മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള സാധനം ഏതാന്ന് ചോദിച്ചാൽ സ്ത്രീ മേനി എന്ന് ധൈര്യമായിട്ട് ഉത്തരം പറയാം. അത് എല്ലാത്തിലും അങ്ങനെയാണ്. പുസ്തകമാണെങ്കിൽ അങ്ങനെയാണ്, പരസ്യമാണെങ്കിൽ അങ്ങനെയാണ്, നമ്മുടെ സ്ഥാപനമാണെങ്കിൽ അങ്ങനെയാണ്, എല്ലാം അങ്ങനെയാണ്. സ്ത്രീ മേനി കാണിച്ചിട്ടാണ് എല്ലാവരും മാർക്കറ്റ് ഉണ്ടാക്കുന്നത്. കച്ചവടക്കണ്ണിൽ പെട്ടിട്ട് എല്ലാവരും ഇതാ അശ്ലീലം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാ ചുരുക്കം ചിലരുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചുരുക്കം ചിലരുണ്ട് നല്ല ഭക്തിയുള്ളവർ, പടച്ചറബിനെ പേടിച്ച് ഒരശ്ലീലം പോലും കലരാത്ത എത്രയോ പരസ്യ ബോർഡുകളുണ്ട്. നിങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിക്കുക, അശ്ലീലമില്ലാത്ത പരസ്യ ബോർഡുകൾ കൃത്യമായുമുണ്ട്. എന്നാൽ ഇതിങ്ങോട്ട് ഈ ജ്വരം ഇന്ന് മൂത്ത് പെണ്ണുമായി ബന്ധപ്പെട്ട ഒരു സാധനത്തിനാണ് ഈ പരസ്യത്തിൽ പെണ്ണിനെ കൊടുത്തതെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ചെറിയ ഒരു യോജിപ്പെങ്കിലുമുണ്ട് എന്ന്. എന്നാൽ ആ പെണ്ണുമായി വലിയ ബന്ധമൊന്നും ഇല്ലാത്ത സാധനത്തിനും കൊടുക്കും നല്ല സുന്ദരിയായ ഒരു പെണ്ണിന്റെ ഫോട്ടോ. എന്താ അതിന്റെ ലക്ഷ്യം? അവിടെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്.
ഒരു ടെക്സ്റ്റൈൽസുകാരൻ അയാളുടെ പരസ്യം കൊടുക്കുമ്പോ സാരി ചുറ്റി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു സുന്ദരിയുടെ ഫോട്ടോ കൊടുത്തെങ്കിൽ ഒരു മുസ്ലിം കൊടുക്കാൻ പാടില്ലാത്തതാണ്, സംശയമില്ല. പക്ഷേ മുസ്ലിം ഉടമയാണെങ്കിൽ അയാൾ അത് കൊടുക്കാൻ പാടില്ല. പക്ഷേ നമുക്ക് എന്തു പറയാം, അയാൾക്ക് ഉടുപ്പില്ലെങ്കിലും സംഗതി ഒരു യോജിപ്പുണ്ട് എന്ന് പറയാം. കാരണം സാരി ചുറ്റല് പെണ്ണെന്നെയാ, ആ നിലക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ സാരി ചുറ്റല് പെണ്ണാന്ന് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു നോക്കാം. ഇത് അതുമല്ലല്ലോ, ഒരു ബന്ധമില്ലാത്ത സാധനടക്കം പെണ്ണിന്റെ ഫോട്ടോ ആയിരിക്കും അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതെന്തിനാ? അത് സംഗതി പെണ്ണുപയോഗിച്ചോ എന്നുള്ളതല്ല, മനുഷ്യന്മാര് നോക്കണമെങ്കിൽ നല്ലൊരു പെമ്പർനൂത്തി അവിടെ വേണം, അപ്പോഴേ ആൾക്കാരങ്ങോട്ട് നോക്കൂ. അതാ ലക്ഷ്യം. ഇതാ ഞാൻ പറഞ്ഞത്, കച്ചവട കണ്ണോടുകൂടെ അശ്ലീലം അതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് സമൂഹം. എവിടെ എത്തിപ്പോയി നമ്മളെന്ന് നമ്മൾ ആലോചിക്കണം. ശ്ലീലം തീർത്തും ഇന്ന് മരീചികയാണ്. അത് നമുക്കിവിടെ കിട്ടാൻ കഴിയുന്നില്ല. അതൊരു കിട്ടാക്കനിയായി മാറിയിരിക്കുകയാണ്. അത് കിട്ടണമെങ്കിൽ വളരെ പ്രയാസപ്പെടണം. ഇവിടെ നോക്കിയാലും അങ്ങനെയാണ്. ഒരു കമ്പ്യൂട്ടറിന്റെ പരസ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടർ ഇപ്പോൾ ആണും പെണ്ണും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ആണും പെണ്ണും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. കാരണം പെണ്ണ് പുറത്തിറങ്ങിയതോടുകൂടെ പെണ്ണിന്റെയും കൂടെ വിഷയമായി മാറി. അല്ലെങ്കിൽ പെണ്ണിന്റെ വിഷയം അങ്ങനെ ആവൂലായിരുന്നു. ആ കമ്പ്യൂട്ടറിന്റെ മൗസ് പിടിച്ചിരിക്കുന്നത് ചിലപ്പോൾ സുന്ദരിയായൊരു പെണ്ണ്. മൊബൈലിന്റെ പരസ്യം കൊടുക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ? എല്ലാ മൊബൈൽ പരസ്യങ്ങളിലും കാണാം നല്ല പെണ്ണുങ്ങൾ മൊബൈലും പിടിച്ചിങ്ങനെ നിൽക്കുന്നത്. എന്തേ കാരണം? ജനങ്ങളെ കൊണ്ട് നോക്കിപ്പിക്കണമെങ്കിൽ അതൊക്കെ വേണം. അവിടെയാ നമ്മളുള്ളത്. എന്നാൽ പടച്ച റബ്ബിതൊന്നും പൊരുത്തപ്പെടില്ല. സ്വർഗത്തിൽ പോകാൻ തൽക്കാലം നമുക്ക് കൂടില്ല. കാരണം കച്ചവട കണ്ണോടുകൂടെ നാം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന അവസ്ഥ വന്നാൽ നാളെ പടച്ച റബ്ബിനോട് കൃത്യമായി മറുപടി പറയേണ്ടി വരും. ഇവിടെ കണ്ടോ നിങ്ങൾ, ഒരു മാന്യനായ സഹോദരൻ ഇതൊന്നും കാണരുതെന്ന് കരുതിയവൻ കണ്ടേ പറ്റൂ. കാരണം കണ്ണു ചിമ്മി യാത്ര ചെയ്യാൻ പ്രയാസമല്ലേ? എപ്പോഴും സ്വാഭാവികമായി ഇതൊക്കെ കണ്ടുപോകുക സ്വാഭാവികമാണ്. ഇനി പോവട്ടെ, അവിടെ നിൽക്കുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ? ഞാൻ നിന്റെ കൂടെ നിന്റെ വീട്ടിൽ വന്നു. നിന്റെ വീട്ടിൽ വന്നപ്പോ ഒരു പ്രവർത്തകൻ എന്ന നിലക്ക്, ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ എന്ന നിലക്ക് നിന്റെ വീട്ടിൽ വന്നപ്പോൾ നിന്റെ വീട്ടിലെ ഷോക്കേസിൽ തലകാട്ടി നിൽക്കുന്ന, പുറത്തോട്ട് തല തള്ളി നിൽക്കുന്ന ആ പുസ്തകം കണ്ടപ്പോൾ ഞാൻ അതങ്ങെടുത്തു. കാരണം ഒരു മുസ്ലിമിന്റെ വീട്ടിലെ പുസ്തകമല്ലേ, കുഴപ്പമില്ലല്ലോ എന്ന് കരുതി, അരുതാത്തത് ഇവിടെ ഉണ്ടാവില്ലല്ലോ എന്ന് കരുതി ഞാനതെടുത്തു മറിച്ചതോടുകൂടെ ഞാനും കുഴങ്ങി, വീട്ടുനാഥനും കുഴങ്ങിപ്പോയി. കാരണം എന്താ? തീരെ ഉടുക്കാത്ത പെണ്ണുങ്ങളുടെ ഫോട്ടോ മാത്രം കൊടുത്ത് മത്സരിക്കുന്ന പ്രസിദ്ധീകരണം. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, നിങ്ങൾ ചിന്തിക്കണം, ആരാണ് ഈ പകുതി ഉടുത്തതും തീരെ ഉടുക്കാത്തതുമായ ഈ നഗ്ന സ്ത്രീകളുടെ ഫോട്ടോ കൊടുത്ത് മത്സരിക്കുന്ന പ്രസിദ്ധീകരണം വാങ്ങുന്നത് എന്നറിയോ? ഒരക്ഷരം പോലും അതിൽ എഴുതിയിട്ടുണ്ടാവില്ല. ആരാണ് ഇതിന്റെ ഉപഭോക്താക്കൾ എന്ന് നിങ്ങളറിയോ? ആ വീട്ടുനാഥനാവില്ല. ആ വീട്ടുനാഥന്റെ മീശ പോലും കിളിർക്കാത്ത ഒരു പയ്യന്റേതായിരിക്കും ഈ സാധനം. വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ എവിടെയാ ഉള്ളതെന്ന് മനസ്സിലാക്കണം. പ്രസിദ്ധീകരണം നുണയുന്നവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നല്ലോണം പേടിക്കണം. പ്രസിദ്ധീകരണങ്ങൾ അശ്ലീലങ്ങളാണ്. അശ്ലീലം കാശ് കൊടുത്ത് വാങ്ങുന്നവരുടെ ഗതികേട് എന്ത്? ഇൻഷാ അല്ലാഹ് ഞാൻ വയ്യ പറയുന്നുണ്ട്. അശ്ലീലൊക്കെ കാശ് കൊടുത്ത് വാങ്ങുന്നവരുടെ ഗതികേട്. അപ്പൊ നമുക്ക് അവിടെ എല്ലാം പറയാം. നോക്ക് നിങ്ങൾ, ഇത്രത്തോളം നമ്മുടെ ലോകം നശിച്ചുപോയല്ലോ. ഇതൊക്കെ ചുടപ്പം പോലെ വിറ്റഴിക്കപ്പെടുകയാണ്. ഒരാരോഗ്യ മാസികയാണെങ്കിൽ ആ ആരോഗ്യ മാസിക എന്ന നിലക്ക് നമ്മളൊക്കെ വാങ്ങേണ്ടതും വായിക്കേണ്ടതുമാണ്. മാന്യതയുള്ള ഒരു മാസികയാണല്ലോ. പക്ഷെ അതിനും കൊടുക്കും ഒരു മുഖചിത്രം. ആ ആരോഗ്യ മാസികയിൽ അന്നത്തെ വിഷയം എന്തായിരിക്കാം? ഒരു പക്ഷേ സ്തനാർബുദമായിരിക്കാം അന്നത്തെ വിഷയം. അപ്പൊ അതിന് കൊടുക്കുന്ന മുഖചിത്രം എന്തായിരിക്കും? നല്ല തുടിച്ച സ്ഥലമുള്ള ഒരു പെണ്ണ് അഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ. അങ്ങനെ കൊടുക്കണോ? സ്തനാർബുദത്തിന് ഇങ്ങനെ ഒരു ഫോട്ടോ ആദ്യം കൊടുത്തിടണോ? നോക്ക് നിങ്ങൾ, എവിടെയും മനുഷ്യനെ ഇക്കിളിപ്പെടുത്തുന്ന ഫോട്ടോകൾ മാത്രമാണ് ഇന്ന് ലോകത്തുള്ളത്. ലോകത്തിന്ന് ശ്ലീലം മരീചികയാണ്. അശ്ലീലമേ ലോകത്തുള്ളൂ. എവിടെയും അശ്ലീലമാണ്. നല്ലോണം കരുതണം. ഇങ്ങനെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, നിങ്ങളുടെ പുസ്തകങ്ങള് നമ്മുടെയൊക്കെ പെട്ടിക്കടകളിൽ പണ്ട് കാലത്ത് ഇതൊക്കെ വളരെ 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 തുച്ഛമായി ഇതൊക്കെ മാർക്കറ്റിനുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അതിനു പറ്റിയ ഒരു തരം മൃഗവുമല്ല മനുഷ്യരുമല്ല എന്ന തരത്തിലുള്ള ഒരു വിഭാഗമാണ് അതൊക്കെ വായിച്ചിരുന്നത്. എന്നാലോ ഇന്ന് മാന്യന്മാരുടെയൊക്കെ കക്ഷത്ത് ഇങ്ങനെയുള്ള ഇക്കിളി
പെടുത്തുന്ന പുസ്തകങ്ങൾ മാത്രമാണ്. ഇതിൽ നിന്ന് നമ്മൾ മാറണമെന്നാ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇതൊക്കെ വേണ്ടാന്ന് പറയുന്നവനെ ഔട്ട് ഓഫ് മോഡലായും ഔട്ട് ഓഫ് ഫാഷനായിട്ടും മാറ്റുകയാണ്. ഇപ്പൊ ഞാനിതൊക്കെ പറയുമ്പോൾ കുറെ ആളുകളുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടാവും, മൊയ്ലിയാരൊക്കെ ഒരു 10 കൊല്ലം മുമ്പ് ജീവിക്കേണ്ട ആളാണ്, അല്ലെങ്കിൽ ഒരു 50 കൊല്ലം മുമ്പ് ജീവിക്കേണ്ട ആളാണ് എന്നൊക്കെ അഭിപ്രായമുള്ളവരുണ്ടാവും. സംഗതി അങ്ങനെയൊക്കെയാണ്. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി ചെറുപ്പക്കാർ, നാളെ പടച്ച റബ്ബ് ഇങ്ങനെയൊക്കെ ലോകത്ത് കണ്ടിട്ട് എന്തുകൊണ്ട് നീ അത് തിരുത്തിയില്ല എന്ന് ചോദിക്കുമ്പോ നിങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. എന്നെ നിങ്ങൾ എത്ര തന്നെ യാഥാസ്ഥികനായി തള്ളുന്നതിനും എനിക്ക് കുഴപ്പമില്ല. നാളെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ ഇങ്ങനെ ഒരു വിഷയം ഇവിടെ സംസാരിക്കുമ്പോൾ റബ്ബിനോട് ചോദിക്കും, അതുറപ്പാ, നീ എന്തുകൊണ്ട് പറഞ്ഞില്ല. അപ്പൊ നിങ്ങൾ ഞാനത് പറഞ്ഞിരുന്നു എന്നൊന്ന് പറഞ്ഞാൽ മതി, എന്നെ സലാമത്താക്കാൻ. ഞാനിത് പറയുന്നത് എന്തേ, അതിന്റെ ഗൗരവം നിങ്ങൾ ഉൾക്കൊള്ളാനാണ്. വിഷയം നല്ല കടുപ്പുള്ളതാ, പക്ഷെ നമ്മളത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല. പഴയ കാലത്തൊക്കെ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ അതൊക്കെ വളരെ വളരെ രഹസ്യമായിട്ടാണ് വെച്ചിരുന്നത്. അത് അതിന്റെ ആവശ്യക്കാർ വന്നാൽ മാത്രം ഓല മൂത്തുകൊക്കെ അറിയാം, അല്ലെ? മയക്കുമരുന്നും ലഹരി സാധനങ്ങളും അതുപോലെ തന്നെ ഇത്തരം ഉളുപ്പ് കെട്ട പുസ്തകങ്ങളും ബ്ലൂ ഫിലിമുകളും ഇതൊക്കെ അതിൻ്റെതായ ആളുകൾ മാത്രം. അതുപോലെ വരുമ്പോൾ തന്നെ എന്നെ കണ്ടാ അറിയാം. അവർ രഹസ്യമായിട്ട് ചോദിക്കും, അത് പതുക്കെ ഉള്ളിൽ പോയി പൊതിഞ്ഞ് കൊടുക്കലാ. അവർക്ക് കുറച്ചൊരു മാന്യത ഉൾപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇന്നൊരു പെട്ടിക്കടന്റെ മുമ്പിലൂടെ ഒരു മാന്യന് നടന്നുകൂടാ. കാരണം പുസ്തകങ്ങളൊക്കെ മുഖച്ചിത്രം ഒറ്റൊന്നും നോക്കിക്കൂടാ, അല്ലെ? ഈ തരത്തിലുള്ള ഉളുപ്പ് കെട്ട പുസ്തകങ്ങൾ യഥേഷ്ടം വിറ്റഴിക്കപ്പെടുകയാണ്. ഒരു ഉളുപ്പുകേടുമില്ല. അത് വാങ്ങിപ്പോകാൻ മുസ്ലിം ചെറുപ്പക്കാരന് യാതൊരു നാണവുമില്ല. ലോകം എവിടെ എത്തി എന്ന് നിങ്ങൾ ഇവിടെയാ ചിന്തിക്കേണ്ടത്. നാണം എന്ന ഒന്ന് ഇവിടെ എടുത്തു കളഞ്ഞിരിക്കുന്നു. ഹബീബ് പറഞ്ഞു, ഇദാലം തസ്തഹി ഫസ്നഅ മാ ശിഅത. ഉളുപ്പില്ലെങ്കിൽ കണ്ടത് കൂട്ടിക്കോ. അതൊരു വല്ലാത്ത വാക്കാണ്. റസൂലുള്ളാഹി പറഞ്ഞതാ, ഉളുപ്പില്ലെങ്കിൽ കണ്ടത് കൂട്ടിക്കോ, പോച്ചത് കാട്ടിക്കോ. നമ്മുടെ മലപ്പുറം ഭാഷയിൽ അതിന്റെ അർത്ഥം ഉളുപ്പില്ലെങ്കിൽ ഈ പോച്ചത് കാട്ടിക്കോ. ഉളുപ്പില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഉളുപ്പാണ് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ലോകം ഇന്ന് ഉള്ളതും അവിടെയാണ്. അങ്ങനെ ഞാൻ നിന്റെ വീട്ടിലിരിക്കുമ്പോ കയ്യിലെടുത്ത പുസ്തകത്തിന്റെ കഥ ഇതാണ്. അവിടെയുള്ള സീഡികൾ പരതുമ്പം മുഴുവനും സെക്സ് ചുവയുള്ള സീഡികളാണ്. കാസറ്റുകൾ എടുക്കുമ്പം മുഴുവനും അത് ലേറ്റസ്റ്റ് സിനിമാ ഗാനങ്ങളാണ്. തട്ടും മുട്ടുമില്ലാത്ത ഒരൊറ്റ പാട്ടും അവിടെ ഇല്ല. നല്ലതിന്റെ വക്താക്കളായി നമ്മൾ ഒരിക്കലുമില്ല. ഓരോ റൂമിലും റൂമൊന്നൊന്നൊന്നൊന്ന്, ഓരോ റൂമ് വീതം അതാ ടെലിവിഷനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതെന്തിനാ? വാർത്ത കേൾക്കാൻ മാത്രമാണോ? കൺട്രോളില്ലാത്ത ടെലിവിഷൻ അപകടമാണ്. നിയന്ത്രണമില്ലാത്ത ടെലിവിഷൻ അപകടമാണ്. ഞാൻ പറയുന്നു, കാരണം നിങ്ങളെ വീട്ടിൽ വാർത്ത കാണാനല്ല ടെലിവിഷൻ ഏറ്റവും കൂടുതൽ ചാലുവാകുന്നത് സീരിയലുകൾ കാണാനാണ്. സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ ലുഖ്മാനിന്റെ 6-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത് കാണാം, ശക്തമായ ഒരു പ്രയോഗം. ആ പ്രയോഗമൊക്കെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെയും നിങ്ങളുടെയും മനസ്സിൽ തട്ടണം. തട്ടിക്കിട്ടിയാ നമ്മൾ ജയിച്ചു. നമ്മുടെയൊക്കെ വീട്ടിലെ ഈ പെട്ടികൾക്കൊക്കെ ഒരു കൺട്രോൾ, ഒരു നിയന്ത്രണമെങ്കിലും വരും. കാരണം ചിലപ്പോഴൊക്കെ അതൊക്കെ വേണ്ടേന്ന് ചോദിച്ചാൽ നമ്മളൊരു പക്ഷേ കുടുങ്ങിപ്പോവും. നിങ്ങൾ അതൊക്കെ വേണ്ട ഉസ്താദെ, അതൊന്നും ഇല്ല, ഞാൻ നടക്കുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കുടുങ്ങിപ്പോകുന്ന ഘട്ടങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കൺട്രോൾ ഇല്ലാത്ത പെട്ടികൾ അപകടമാണ്. പക്ഷെ എന്നോട് ഒരാളത് ചോദിക്കുകയാണെങ്കിൽ, ടെലിവിഷൻ വെക്കുന്നതിനെ കുറിച്ച് അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ, ഞാൻ ആദ്യമായിട്ട് പറയാ, പരലോകം സലാമത്താകണോ, നിങ്ങളെ വീട്ടിൽ അത് പരമാവധി ഇല്ലാതിരിക്കലാ നല്ലത്. അതിന്റെ ഒന്നാമത്തെ മറുപടിയാണ്. ഇനി അല്ല, എനിക്ക് നല്ല കൺട്രോൾ ഉണ്ട്, ഞാൻ ഇസ്ലാമിക ബോധമുള്ള ഒരു ചെറുപ്പക്കാരനാണ്, എന്റെ ഭാര്യയും അങ്ങനെയാ, എന്റെ മക്കളെയും ആ വരയിൽ എനിക്ക് നിർത്താൻ കഴിയും, എനിക്ക് വാർത്ത മാത്രം കാണാനാണ്, എനിക്കത് കേൾക്കാനാണ്, അത്യാവശ്യ കാര്യങ്ങൾ അറിയാനാണ്. ഇന്ന് ലോകത്തിന്റെ മിടിപ്പുകൾ അറിയാൻ ഇത് ആവശ്യമല്ലേ, നാഡീമിടിപ്പുകൾ അറിയാൻ ആവശ്യമല്ലേ എന്നൊരാൾ ചോദിച്ചാൽ അവനെ നമ്മൾ വിലക്കുന്നില്ല. പക്ഷെ പറയാനുള്ളത്, ശക്തമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമോ ഇല്ലേ എന്ന് 100 വട്ടം ആലോചിച്ചിട്ട് പടിയെടുത്താൽ മതി. എന്തുകൊണ്ട്? നമ്മുടെയൊക്കെ വീട്ടിൽ പലപ്പോഴും ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. കാരണം ഇതൊക്കെ പറഞ്ഞിട്ടാ കൊണ്ടുപോകല്, നല്ലത് നല്ലത് എന്ന് പറഞ്ഞിട്ടാ കൊണ്ടുപോകാറുള്ളത്. അപ്പൊ നല്ലതിന് വേണ്ടി ഞാൻ പറഞ്ഞു, ഏത് ഉപകരണം നമുക്ക് ഹൈറിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിക്കാം. കാരണം പണ്ഡിതന്മാരുടെ പ്രഭാഷണ കാസറ്റുകളുണ്ട്, ഞാൻ പറഞ്ഞു, കേൾക്കാൻ വേണ്ടി വരും. അതിന് പലപ്പോഴും നമുക്ക് ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിലും സ്വാഭാവികമായി അതൊക്കെ സാധിക്കുന്നതാണ്, നല്ല റാഹത്തായിട്ട് അതൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഒരു ടെലിവിഷൻ ഉണ്ടെങ്കിലും ഈ കേബിൾ ഇട്ട് കൊടുക്കുന്നതോടുകൂടെ ആകെ ആ വീട് ദുഷിക്കുകയാണ്. ഞാൻ പറയുന്നത്, നമ്മളെ ഒന്നും വീട്ടില് വാർത്തക്കല്ല ഓടുന്നത്, സീരിയലുകൾക്കാണ്. സുബ്ഹാനല്ലാഹ്. ഈ പെട്ടി കൊണ്ടുവരുന്ന അന്ന് തല ചുറ്റിയ വല്യമ്മയടക്കം പിന്നെ ഈ പെട്ടിന്റെ മുമ്പിൽ ഇത്തിക്കാഫിരിക്കുകയാണ്.
അതാ നമ്മൾ കാണുന്ന രംഗം. വമിനൻ നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസുവാ ഉലൈക ലഹും അദാബും മുഹീൻ വഇദാ തുത്ലാ അലൈഹി ആയാതുനാ വല്ലാ മുസ്തക്ബിറാ കഅൻ ലം യസ്മഅഹാ കഅന്ന ഫീ ഉദുനൈഹി വഖറാ. ആ ഒരൊറ്റ ആയത്തോതി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വമിനൻ നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ്, മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. ഉസ്താദുമാരുണ്ട് സദസ്സിൽ, നിങ്ങൾ ചോദിക്കുക. ഞാൻ ഒറ്റ അർത്ഥവും മാറ്റി പറയുന്നില്ല, നിങ്ങളെ പേടിപ്പിക്കാനായിട്ട് ഖുർആനൊന്നും മാറ്റി പറയുന്നില്ല. ആ വിഷയം പറയുന്ന അർത്ഥം ശരിയല്ലേ? വമിനൻ നാസ്, മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. മൃഗമൊന്നുമല്ല, മനുഷ്യൻ തന്നെയാ, ഇരുകാലിയാണ്. ആര്? മൻ യശ്തരി, കാശ് കൊടുത്തു വാങ്ങുന്നവൻ. അതിന് കാശ് കൊടുത്തു വാങ്ങിയില്ലെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. എൻ്റെ ഫ്രണ്ട് എനിക്ക് സമ്മാനമായിട്ട് തന്നതാണെന്നൊന്നും പറയാൻ നിൽക്കണ്ട. മൻ യശ്തരി എന്തേ? കാശ് കൊടുത്തു വാങ്ങുന്നവൻ, വാങ്ങിക്കൊണ്ടുവരുന്നവൻ. ലഹുവൽ ഹദീസ്, അശ്ലീലം കാശ് കൊടുത്തു വാങ്ങുന്നവൻ. ലഹുവൽ ഹദീസ്, അശ്ലീലം, തോന്നിവാസം കാശ് കൊടുത്തു വാങ്ങുന്നവൻ, അവൻ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. എന്തിന്? ലിയുദില്ല അൻ സബീലില്ലാഹ്. ആ ലഹുൽ ഹദീസ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു വഴി തടസ്സമാകാൻ, മാർഗ തടസ്സമാകാൻ, അള്ളാഹിന്റെ മാർഗത്തിലൊരു, അള്ളാഹുവിന്റെ വഴിയിൽ ഒരു മാർഗ തടസ്സമാകാൻ വേണ്ടി ഇത് കാശ് കൊടുത്തു വാങ്ങുന്നവരുണ്ട്. ലിയുദില്ല അൻ സബീലില്ലാഹ് ബിഗൈരി ഇൽമിൻ, ഇവരറിയാതെ. ശരിക്കും ചിന്തിച്ചോ, നിങ്ങൾ അറിയാതെ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏതാകും? ഒരു മാർഗ തടസ്സമാകും. വയത്തഖിദഹാ ഹുസുവ, അള്ളാഹുവിന്റെ മാർഗങ്ങളെ കൊച്ചാക്കാനും പരിഹാസ്യമാക്കാനും അത് ഉപയോഗപ്പെടുകയും ചെയ്യും. അതായിരിക്കും അതിന്റെ അനന്തര ഫലം. പറഞ്ഞുതരാം. നമ്മൾ ആദ്യമായിട്ട് പെട്ടി കൊണ്ടുവന്നപ്പോ ഉമ്മ ആകെ ജതുബിളക്കി, മോനെ ആ ചെയ്ത്താന്റെ പെട്ടി ഇങ്ങ് കിടത്തല്ലേ, കാരണം നേരത്തെ അതിന്റെ വേദികളിൽ ചെയ്ത്താൻ പെട്ടിന്നാ കേൾക്കല്. ഇപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞപ്പം തന്നെ കുറെ ലാഘവമായിട്ട് നിങ്ങൾക്ക് തോന്നിയല്ലോ സംഗതി. പണ്ട കാലത്തൊക്കെ അങ്ങനെ ടച്ചങ്ങ് പറയല. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഈ ഉമ്മ പറഞ്ഞു, മോനെ ആ ചെയ്ത്താമ്പെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ, ഈ വീടാകെ ദുഷിക്കും. സുബ്ഹാനല്ലാഹ്. ഉമ്മനെ കയ്യിലെടുക്കാൻ വേണ്ടി മോൻ പറഞ്ഞു, ഉമ്മ നിങ്ങൾ ഹജ്ജിന് പോയിട്ടില്ല, ഇപ്പം ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ആകെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ഒരു വീട്ടുകാർക്ക് കാണിക്കയായി കൊണ്ടുവന്നതാ ഒരു പെട്ടി താങ്ങി പിടിച്ചു. ഹജ്ജ് കണ്ടിട്ടുണ്ടോ ഉമ്മ? ഹജ്ജിന്റെ കാസറ്റ് ഉണ്ട് ഇവിടെ, പൂർണ്ണമായിട്ട് ഹജ്ജ് ചിത്രം നിങ്ങൾക്ക് കാണിക്കാൻ കഴിയും. അത് കേട്ടപ്പോഴേക്കും ഉമ്മ വീണു. ശരിയാണ്, ഹജ്ജാർ ഇട്ടെടുത്തോടുകൂടി ഉമ്മ സ്ക്രീനിന് മുമ്പിൽ ഇരുന്ന് കരയാണ്. പടച്ചോനെ, എനിക്കൊക്കെ എന്നാ ഈ അറഫയിലൊക്കെ പോയി നിൽക്കാൻ കഴിയുക? എനിക്ക് എപ്പോഴാ റബ്ബേ ഈ തവാഫ്, ഈ കഅബയൊന്ന് തവാഫ് ചെയ്യാൻ കഴിയുക? രണ്ട് കണ്ണിലൂടെ വെള്ളം ഇങ്ങനെ ചാരിട്ടൊഴുകുന്നുണ്ട്. ഈ മോൻ ചെയ്തത് ഇപ്പോൾ ഒരു മോശപ്പെട്ട പണിയാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നല്ല കുട്ടിയല്ലേ? ഞാനും പറയും, ഇങ്ങോട്ടും പറയും, ഉമ്മയും പറയും, നാട്ടുകാരും പറയും, അയൽക്കാരും പറയും, നല്ല മോൻ, ഒരു കുഴപ്പമില്ല അതിനും. പിന്നെ പണ്ഡിതന്മാരുടെ കാസറ്റുകൾ, പ്രഭാഷണ കാസറ്റുകൾ, മുഖാമുഖങ്ങൾ, സംവാദങ്ങളൊക്കെ ഇട്ടുകൊടുത്തു, ഒക്കെ കാണിച്ചു കൊടുത്തു. ശരി, നല്ല പണി അവൻ ചെയ്തിരിക്കുന്നത്. ഇവൻ എന്തെങ്കിലും കൊടുക്കണം, നല്ല കുട്ടി. കുറച്ച് കഴിഞ്ഞു കേബിളൊക്കെ ആക്കി വീട് ദുഷിക്കാൻ തുടങ്ങി. ഇവനും ഇവന്റെ ഭാര്യയും രഹസ്യ അറയിൽ എല്ലാം രുചിച്ചുകൊക്കെ രുചിക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. ശ്ലീലം മരീചികയായ ഇഹലോകം എന്ന് നമ്മൾ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു, ഞാൻ ഇവിടെ കൊണ്ടോട്ടിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസമോ എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ ഇപ്പൊ ഒരു പുതിയ ട്രെൻഡുണ്ട്, ഒരു പുതിയ ട്രെൻഡ് ഇപ്പൊ വന്നിരിക്കുന്നു. പണ്ടൊക്കെ മണിയറയിൽ ഹലാലാ നടക്കൽ, ഇപ്പൊ മണിയറയിലും ഹറാമാണ്. ഞാൻ ചോദിച്ചു, മണിയറയിൽ എങ്ങനെ മോനെ ഹറാമ് വരിക? കാരണം മണിയറയിൽ തന്റെ ഭാര്യയായിട്ട് ഇനി ഇവനെ എങ്ങനെ സുഖിച്ചാലും അതൊക്കെ അനുവദനീയല്ലേ? ഭാര്യയുടെ പിൻഭാഗത്തിലൂടെ അവളെ സമീപിക്കരുത്, ആർത്തവക്കാരിയായ ഭാര്യയെ സമീപിക്കരുത്. അത് രണ്ടും ഒഴിച്ചു നിർത്തിയാൽ പിന്നെ ബാക്കിയുള്ളത് ഇവൻ എന്ത് കളി കളിച്ചാലും അനുവദനീയല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ശരിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ ഒരു പുതിയ ട്രെൻഡുണ്ട്. എന്താ? മണിയറയിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഇവരുടേതായ ലോകത്തൊതുങ്ങിക്കഴിഞ്ഞാൽ നല്ല നീലചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നു. ബ്ലൂ ഫിലിമുകൾ, ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ അപ്പോൾ ഇറങ്ങിയ കുത്തക കമ്പനികൾ കാശുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ സംസ്കാരം വിറ്റ്, നമ്മുടെ ആത്മീയത വിറ്റ് അവർ കാശുണ്ടാക്കുകയാണ്. എന്നിട്ട് തീരെ ഉടുക്കാത്ത ആണും പെണ്ണും, ആ ആണും പെണ്ണും കാട്ടുന്ന കോപ്രായങ്ങൾ അങ്ങനെ കാണുകയാണ്, ചലിക്കുന്ന ചിത്രങ്ങള്.
ശരിക്ക് ചിന്തിക്കണം. ചലിക്കുന്ന ചിത്രങ്ങളാ കാണുന്നത്. അത് കണ്ട് അപ്പടി അതിനെ അനുകരിക്കുന്ന ഈ യുവതിയും യുവാവും. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇവരെന്ത് ചെയ്താലും അല്ലാഹു പൊരുത്തപ്പെടും. പക്ഷേ ഈ പണി പടച്ച റബ്ബ് പൊരുത്തപ്പെടില്ല. ഈ റൂമിൽ എപ്പോഴോ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങി കഴിയണം. വിഷയത്തിന്റെ ഗൗരവാലോചിക്ക് നിങ്ങൾ എവിടെ എത്തി? അവിടുന്നും പോയി മൃഗങ്ങളും മനുഷ്യരും തമ്മിൽ ബന്ധപ്പെടുന്ന ചിത്രങ്ങൾ അടക്കം ഇന്ന് പ്രദർശിപ്പിക്കാൻ തുടങ്ങി. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാശ്ചാത്യൻ സംസ്കാരങ്ങള്, കുരങ്ങും മനുഷ്യനുമായി ബന്ധപ്പെടുന്നത്, പട്ടിയും മനുഷ്യനുമായി ബന്ധപ്പെടുന്നത്, അതിന്റെയൊക്കെ പച്ചയായ ചിത്രങ്ങൾ ഇങ്ങനെ കാണുകയാണ്. മുസ്ലിം ഉമ്മത്തെ ലാ യസ്മഊന ഫിഹാ ലഗ്വൻ വലാ തസീമാ. സ്വർഗത്തിലെത്തിയെങ്കിലേ മക്കളെ നമുക്ക് ശ്ലീലം കേൾക്കാനും കാണാനും കഴിയൂ. ഈ ലോകത്തിന് അത് സാധ്യമല്ല. ഇതാ നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് ഈ ലോകത്ത് നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ വിഷയം അപകടകരമാണ്. എങ്ങോട്ടാണ് ലോകം പോകുന്നതെന്ന് കൂടുതൽ കൂടുതൽ നാം ചിന്തിച്ചില്ലെങ്കിൽ സംഗതി ഇതാ ആകെ വഷളാകാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെയൊക്കെ ലോകത്ത്, നമ്മുടെയൊക്കെ സ്വന്തമായ ലോകത്ത്, രഹസ്യ ലോകത്ത് നടക്കുന്നതെങ്കിൽ ഇത് പൊറുപ്പിക്കാൻ പറ്റിയതല്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാ നടക്കുന്നത്. ഇതിനൊക്കെ പലപ്പോഴും ഗൾഫിലെ കൂട്ടുകെട്ടുകളിൽ നിന്ന് കിട്ടുന്ന ഈ ദുശ്ശീലങ്ങള് കൊണ്ടുവന്ന് നേരെ വീട്ടിൽ പ്രദർശിപ്പിച്ച് അത്യാവശ്യം ഉളുപ്പും തക്കുവയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെയും ദുഷിപ്പിച്ച് ഇനി ഇവൻ അക്കരക്ക് പറന്നാലും ഈ പെൺകുട്ടി സീരിയലുകളുടെയും സിനിമയുടെയും അഡിക്റ്റായി തന്നെ നിൽക്കുകയാണ്. പിന്നെ ഈ സീരിയലുകൾ ഇവനും ഇവന്റെ പെങ്ങന്മാരും ഈ പെൺകുട്ടിയും കാണാൻ തുടങ്ങി. ഇവന്റെ പെണ്ണ് ഇവന്റെ പെങ്ങന്മാരെയും കൂടെ കൂട്ടുപിടിച്ചു. കാരണം ഒറ്റക്ക് ഇങ്ങനെ കാണാൻ കൂടുതൽ സുഖമല്ലല്ലോ, അവരെയും കൂടെ കൂട്ടുപിടിച്ചു. അങ്ങനെ പിന്നെ കണ്ടു തുടങ്ങി, എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണാൻ തുടങ്ങി. അങ്ങനെ അതാ ഇത് പതുക്കെ പതുക്കെ ഡൈനിങ് ഹാളിലേക്ക് തന്നെ ഇറക്കിയതോടുകൂടെ ആ ഉമ്മ കഥ അറിയുന്നത്. അതുവരെ ഉമ്മ കഥയൊന്നും അറിഞ്ഞിട്ടില്ല. ഉമ്മ എപ്പോഴെങ്കിലും നല്ല പരിപാടി വരിട്ട് കൊടുക്കും, ഉമ്മാനെന്ന് സോപ്പിടും, ഉമ്മാനെന്ന് അങ്ങോട്ട് മിനുക്കല. അപ്പോഴാ ഉമ്മ കാണുന്നത്, പടച്ചോനെ അള്ളാഹുവിന്റെ അദാബിറങ്ങും മക്കളെ, പടച്ച റബ്ബിന്റെ മുസീബത്തിറങ്ങും മക്കളെ, നിങ്ങൾ ഇത് നിർത്തിവെക്കണം. പക്ഷേ മരോട് മാത്രമാണെങ്കിൽ ഒതുങ്ങായിരുന്നു. പെമ്മക്കളും കൂടി ഉള്ളത് കൊണ്ട് നാത്തൂമാര് പലപ്പോഴും പ്രശ്നമാണ്. പക്ഷെ ഈ വിഷയത്തിൽ വരെ ഒന്നായതുകൊണ്ട് ഉമ്മാക്കൊരു നിർവാഹമില്ല. ഉമ്മ തോറ്റു കൊടുക്കന്നെ. ഉമ്മ തോറ്റു, ഉമ്മ പുറത്താണ്. ഉമ്മ പറഞ്ഞു എന്തെങ്കിലും ആയിക്കോ, ഞാൻ എന്റെ ലോകത്ത്. ഉമ്മ ഇശാ നിസ്കരിച്ച് മഗ്രിബ് നിസ്കരിച്ച് ഇശാ മഗ്രിബിന്റെ ഇടയിൽ പഴയതുപോലെ ഖുർആൻ ഓതുന്നു, ദിക്ർ ചൊല്ലുന്നു, നല്ല നല്ല കാര്യങ്ങൾ. പക്ഷെ കുറച്ച് ഇങ്ങനെ ശീലിച്ച് പതുക്കെ ഉമ്മ ഇടക്കിടക്ക് സ്ക്രീനിക്കൊന്ന് നോക്കും. അപ്പൊ ഉമ്മാക്കും തരക്കെടില്ല എന്നിങ്ങനെ തോന്നി. ഈ ആടലും കുഴയലും ഒക്കെ വല്യമാക്കായി തോന്നുന്നത്. പിന്നെ വല്യമ്മ ഇങ്ങനെ ബാക്ക് വന്ന് നോക്കാൻ തുടങ്ങി. കാരണം ആദ്യം കർശനമായ ഭാഷയിൽ പറയുമ്പോ അങ്ങനെയാണല്ലോ. ഇപ്പൊ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ അതിന്റെ മുമ്പിൽ നിൽക്കുമ്പോ എനിക്കൊരു ഉൾപ്പേടുണ്ടാവുമല്ലോ, ഉണ്ടാവും. അപ്പൊ പതുക്കെ ഉമ്മ ഇങ്ങനെ കയറി വന്നു. പിന്നെ പതുക്കെ ഉമ്മ മുന്നിലെത്തി. ഞാൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, ഇതൊക്കെ പഴയ കാലത്ത് ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എന്ന് പറയേണ്ടതാ. ഇന്നതല്ല. ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ പറയുന്ന, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ടെലിവിഷൻ വെച്ചിട്ട് ഒരു കൊല്ലം പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നിങ്ങൾ ടെലിവിഷനെതിരെയുള്ള ഒരു ശക്തമായ അടിച്ചാക്ഷേപമായി കാണേണ്ടതില്ല. കാരണം അങ്ങനെ കണ്ടാൽ നിങ്ങൾ എന്നെ വില വെക്കൂല, എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. കാരണം നിങ്ങൾ എന്നെ തള്ളിക്കളയും, ഈ യുഗത്തിൽ ജീവിക്കേണ്ടവനല്ലെന്ന് പറയും. അതുകൊണ്ടാണ് ഞാനിത് പറയേണ്ടി വരുന്നത്. ശരി, നിയന്ത്രണമില്ലാത്ത ഈ പെട്ടികൾ മക്കളെ നിങ്ങൾക്ക് അപകടം ചെയ്യും. ഒരു കൊല്ലം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ എന്റെ മോനെ ഇശാ മഗ്രിബിന്റെ ഇടയിൽ നീ കയറി ചെല്ലുമ്പോ നീ ചിന്തിക്കേണ്ടത്, ഈ പെട്ടി ഞാൻ സ്ഥാപിക്കുന്നതിന്റെ മുമ്പ് മഗ്രിബ് നിസ്കരിച്ചിട്ട് എന്റെ ഉമ്മ എവിടെയായിരുന്നു എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാ. ഖുർആൻ ഓതുന്ന കാഴ്ചയായിരുന്നു മുമ്പ് കണ്ടിരുന്നത്. തസ്ബീഹുമാല കയ്യിൽ പിടിച്ചത് ഇങ്ങനെ മറിച്ച് തസ്ബീഹും സ്വലാത്തും ഒക്കെ ചൊല്ലിയിരുന്ന കാഴ്ച, അതൊക്കെയല്ലേ മുമ്പ് കണ്ടിരുന്നത്. ഇപ്പൊ നീ വരുമ്പോ കാണുന്ന കാഴ്ച എന്താ? ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. കേറി വരുമ്പോ സുബ്ഹാനല്ലാഹ്, ഇതാ സീരിയൽ ഇന്നത്തെ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുക. അതിലിരിക്കുന്നത് ആരാ? മക്കളുണ്ട്. അതുപോലെ തന്നെ കുട്ടികളും മക്കളും എല്ലാവരും ഇരിക്കുന്നുണ്ട്. അവരുടെ പഠനം മുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെയൊക്കെ ഖുർആൻ പാരായണം മുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ ഉമ്മാമയും വന്നിരിക്കുന്നു. ഉമ്മാമയാണ് മുമ്പിലുള്ളത്. ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അന്നൊക്കെ നിങ്ങൾ വരുമ്പോ വല്യമാന്റെ കയ്യിൽ ഖുർആനാണെങ്കിൽ ഇപ്പൊ കടന്നു വരുമ്പോ വല്യമാന്റെ കയ്യിൽ ഖുർആനല്ല, വല്യമാന്റെ കയ്യിൽ കണ്ണട വെച്ച് ഖുർആനിന്റെ അക്ഷരങ്ങൾ തപ്പിപ്പിടിച്ചിരുന്ന ഉമ്മ ഇന്ന് കണ്ണട വെച്ച് സ്ക്രീനിലേക്കാ ശ്രദ്ധിക്കുന്നത്. അല്ല, വല്യമാന്റെ കയ്യിൽ തസ്ബീഹുമാലയോ ഖുർആനോ അതുപോലെ തന്നെ മൗലിദ് കിതാബോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് വല്യമാന്റെ കയ്യിലാ മറ്റേ സാധനം, റിമോട്ട് കൺട്രോൾ. വല്യമാന്റെ കയ്യിലാ. വല്യമ്മയാ റിമോട്ട് കൺട്രോളൊക്കെ നിയന്ത്രിക്കുന്നത്, അല്ലേ? 90 കഴിഞ്ഞ മാമാരാണ് ഇപ്പൊ മൊബൈലും റിമോട്ട് കൺട്രോളും ഒക്കെ ആയിട്ട് നടക്കുന്നത്. ഒരു കുഴപ്പമില്ല.
മൊബൈൽ കൊണ്ടിടക്കുന്നതിനെ വിമർശിച്ചതല്ല. പക്ഷെ അതൊക്കെ പെണ്ണുങ്ങൾക്ക് അതിനൊക്കെ ഒരു അടക്കും ഒതുക്കും വേണം. നമ്മൾ പറഞ്ഞു നോക്കൂ, നിങ്ങൾ ഇന്ന് വല്യമാന്റെ കയ്യിലാണ് ഈ സാധനം. ലോകം എവിടെ എത്തിയെന്ന് ചിന്തിക്കണം. അള്ളാഹുവിന്റെ വഴിയിൽ മാർഗ തടസ്സമാകും. ആയോ? ഖുർആനോത്ത് മുടങ്ങിയോ? സ്വലാത്ത് മുടങ്ങിയോ? മൗലിദ് മുടങ്ങിയോ? നിസ്കാരം മുടങ്ങിയിട്ടുണ്ടോ? മഗ്‌രിബ് നിസ്കാരത്തിന്റെ തൊട്ടു മുമ്പ് ഒരു പക്ഷേ എപ്പിസോഡ് ആരംഭിക്കുന്നുണ്ടാവാം. എന്നാൽ നിസ്കാരം പോലും വേണ്ടാന്ന് വെച്ചു. കാരണം ഇന്നലെ കണ്ടത് അത്രയും വലിയ രംഗാണ്.